നമുക്കിരിക്കാം. ഒരിക്കൽ കൂടെ അനുഗ്രഹീതമായ രാത്രിക്കായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത ദൈവവചനം കേൾക്കുവാനും ആ വചനത്തിന്റെ വ്യാപാര ശക്തിയാൽ വിടുതലും സൗഖ്യങ്ങളും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാനും പ്രാർത്ഥനയോടെ സന്നിധരായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ അനുഗ്രഹീതരായ ദൈവമക്കൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കുകയാണ്. അനേക കർത്തൃദാസന്മാർ, അനേക ദൈവമക്കൾ ഇന്ന് ഈ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഓൺലൈനിലൂടെ, ലൈവിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരുണ്ട്. എന്നോടൊപ്പം ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകരുണ്ട്. ഞങ്ങളുടെ സഭയുടെ എൽഡർ ആയിരിക്കുന്ന പ്രിയ സാമച്ചായൻ, ചാർലി ബ്രദർ തുടങ്ങിയ അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ഈ കല്ലൂർ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. അവരെയെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അല്പം ആശങ്കയുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഇന്ന് നിൽക്കും. കാരണം രാവിലെ ഒരു ഫ്യൂണറൽ സർവീസിന് പങ്കെടുക്കണമായിരുന്നു. വൈകിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഒരു വിവാഹ നിശ്ചയത്തിനൊന്ന് കയറണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പം ഞാൻ കുറേ സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു. പൊതുവെ കൺവെൻഷനുകളിൽ, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഒത്തിരി മെസ്സേജുകളുണ്ട്, ദൈവം നൽകിയ സന്ദേശങ്ങളുണ്ട്. എൻ്റെ പ്രസംഗങ്ങൾ എന്നേക്കാൾ നന്നായി വിലയിരുത്തിയിരിക്കുന്ന ശ്രോതാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. അതിനുവേണ്ടി ജ്യോതിഷ ഒരു ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അനേക ദൈവമക്കൾ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് റിക്വസ്റ്റ് ചെയ്തു, ഹംബിളി റിക്വസ്റ്റ് ചെയ്തു, ദൈവത്തിന്റെ ആത്മാവേ, എന്താണ് 73ാമത് കലിയൂർ കൺവെൻഷനിൽ ഈ രാത്രിയിൽ അങ്ങയ്ക്ക് അങ്ങയുടെ ജനത്തോട് ഇടപെടാനുള്ളത്? എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു പാട്ടിന്റെ ഈരടികൾ കയറി വന്നു. പെട്ടെന്ന് ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനകത്ത് ആ പാട്ട് പ്ലേ ചെയ്തു. അതിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ അത് തന്നെ ഇന്ന് പ്രസംഗിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്നു. ആ വാക്യം വായിക്കാൻ പോവാണ്. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടി. റഫറൻസ് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം 12, 13, 14. 1 ശമൂവേലാണേ, 2 അല്ലേ. 1 ശമൂവേൽ 7, 12, 13, 14. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫിലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരിച്ചു കിട്ടി. അവയുടെ അതിർനാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലിലും അമോര്യരും തമ്മിൽ സമാധാനം ആയിരുന്നു. ഞാൻ ഈ വായിച്ച 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലെ ആദ്യത്തെ വാക്ക് ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ സാമുവേൽ. പറഞ്ഞേ, സാമുവേൽ. ആരാണ് സാമുവേൽ? എന്താണ് ആ വാക്കിന്റെ അർത്ഥം? God has heard
ദൈവം എൻ്റെ അപേക്ഷ കേട്ടു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ബൈബിളിലെ 7 പുസ്തകങ്ങളിലായി ഏകദേശം 140 പ്രാവശ്യം സാമുവേലിന്റെ പേര് വിവിധ നിലകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകനെ, സാമുവേൽ എന്ന് പറയുന്ന അഭിഷിക്തനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇന്ന് രാത്രിയിലത്തെ കൺവെൻഷന് ആദ്യ ഭാഗത്തിലേക്ക്, അതിൻ്റെ ആദ്യ പകുതിയിലേക്ക് ദൈവാത്മാവ് തിരുവെഴുത്തുകളിലൂടെ നമ്മളെ നയിക്കുകയാണ്. ഞാനിങ്ങനെ ഈ ദൈവമനുഷ്യനെ കുറിച്ച് വായിച്ചപ്പോൾ, പഠിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സാമുവേലിനെ കുറിച്ച് എഴുതി വെച്ചു. സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് പറയാം. എഴുതിയിട്ടും ഈ മനുഷ്യനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ തീരുന്നില്ല. നമ്മൾ സമൂവേലിന്റെ പ്രവചന പുസ്തകം, സാമുവേൽ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യഗൗരവമായി ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യാമെങ്കിൽ, സമയപരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം, പിന്നെ മെസ്സേജിലോട്ട് വരാം. 1, സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്. 2, സാമുവേൽ ദൈവത്തിന്റെ ആലയത്തിൽ വളർന്നവനാണ്. 3, സാമുവേൽ യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവനാണ്. 4, സാഹചര്യങ്ങൾ എതിരായി നിന്നിട്ടും ദൈവകൃപയിൽ ശോഭിച്ചവനാണ്. 5, ദൈവജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തിയവനാണ്. 6, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തവനാണ്. 7, ദാൻ മുതൽ ബർഷേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനാണ്. 8, ഒരേ സമയത്ത് തന്നെ പുരോഹിതനായും പ്രവാചകനായും ശോഭിച്ചവനാണ്. 9, ജീവപര്യന്തം ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു. 10, 2 രാജാക്കന്മാരെ വേദപുസ്തകത്തിൽ അഭിഷേകം ചെയ്തവനായിരുന്നു. 11, ദൈവവചനം കലർപ്പില്ലാതെ ജനത്തിന്റെ ഇടയിൽ നൽകിയവനായിരുന്നു. 12, അന്യായമായി ധനം സമ്പാദിക്കാത്തവനായിരുന്നു. 13, വേദപുസ്തകത്തിലെ 3 പുസ്തകങ്ങൾ എഴുതിയവനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇത് എണ്ണിട്ട് തീരുന്നില്ല. 14, ഫെലിസ്ത്യരുടെ ആധിപത്യം അവസാനിപ്പിച്ചവനായിരുന്നു. 15, പ്രവചനാത്മാവിനെ പകരുന്നവനായിരുന്നു. 16, മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകനായിരുന്നു. 17, വാർദ്ധക്യം വരെ ജീവിക്കാൻ കൃപ ലഭിച്ചവനായിരുന്നു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത സവിശേഷതകൾ സാമുവേൽ എന്ന ദൈവ മനുഷ്യന് ഉണ്ടായതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം സാമുവേൽ പ്രാർത്ഥനയുടെ, ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു. ഞാൻ 73ാമത് കലിയൂർ ജനറൽ കൺവെൻഷനിൽ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കിന് എത്ര പേർ ആമീൻ പറയുമെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥനയുടെ മറുപടി ചെറുതാകത്തില്ല. പ്രാർത്ഥനയുടെ മറുപടി ചെറുതായി പോകുകയില്ല. പ്രാർത്ഥനയുടെ മറുപടി കുറഞ്ഞു പോകുകയില്ല. എല്ലാ കാലത്തും പ്രാർത്ഥനയുടെ മറുപടി അതിശക്തമായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മറുപടി വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് മേടിച്ച ആ സത്യം, ആ അനുഭവം മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഈ രാത്രിയിൽ ആത്മാവി കൂട്ടത്തോട് പ്രവചിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ഇതിനകത്തുണ്ടാകും. അത് ചില സൗഖ്യങ്ങളായി ഇതിൽ വെളിപ്പെടും, ചില അത്ഭുതങ്ങളായി ഇതിൽ വെളിപ്പെടും, ആത്മീകമായ ചില വർധനവായും അഭിഷേകമായും ഇന്ന് രാത്രിയിൽ ഇതിൽ ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ഇന്ന് രാത്രിയിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു സാമുവേൽ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ ഈ ഭാഗം ഒന്ന് ഗ്രഹിക്കുക. ഞാൻ 17 കാര്യം പറഞ്ഞല്ലേ. പിന്നെ സാമുവേൽ എന്ന് വായിച്ചിട്ട് സാമുവേൽ ആരായിരുന്നു എന്നുള്ളത് 17 കാര്യം പറഞ്ഞു. 17 അല്ല, 30 എണ്ണം ഉണ്ട്. പറയാൻ നേരെയില്ല, എണ്ണിയാ തീരൂല. അപ്പോ പ്രാർത്ഥനയുടെ
മറുപടി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല. എന്റെ കഴിവ് കൊണ്ട്, എന്റെ മിടുക്ക് കൊണ്ട്, എന്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ വ്യക്തിപരമായി ഒരു കാര്യം സ്വായത്തമാക്കുവാൻ ശ്രമിക്കുന്നതും, ദൈവസന്നിധിയിൽ ഞാൻ വ്യക്തിപരമായി ഒന്നും ചെയ്യാതെ ആസ പ്രാർത്ഥിച്ചതുപോലെ യഹോവേ ബലവാനും ബലഹീ പ്രാർത്ഥിച്ച് എന്റെ ദൈവത്താൽ എനിക്ക് ആ വിഷയത്തിന് മറുപടി ഉണ്ടാകുന്നതും എന്റെ കഴിവുകൾ കൊണ്ട് ഞാനത് പിടിച്ചെടുക്കാൻ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്റെ ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ട്, കഴിവ് കൊണ്ട് ഞാൻ സ്വായത്തമാക്കുവാൻ, ഞാൻ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്ക് പരിധികളും പരിമിതികളും ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റൊന്നും ചെയ്യാതെ ഞാൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചെലവഴിച്ച് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തി എന്റെ ദൈവത്തിന്റെ തിരുപാദപീഠത്തിൽ ഒരു യാക്കോബിനെ പോലെ മല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മല്ല് പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഒരു ചരിത്രമാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി പന്തലിന്റെ കീഴിലുണ്ട്? സാമുവേലിനെ സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിന്റെ ചരിത്രമാക്കി മാറ്റിയത്. സാമുവേൽ പറഞ്ഞ മകനെ സ്വർഗത്തിലെ ദൈവം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി തീർത്തത് ഹന്ന എന്ന സഹോദരിയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇന്ന് രാത്രിയിൽ എല്ലാവരും മിണ്ടണമെന്നില്ല. പ്രാർത്ഥിക്കുന്നവർ കരം തട്ടട്ടെ, പ്രാർത്ഥിക്കുന്നവർ സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് ഇന്ന് രാത്രി ചലനമുണ്ടാകട്ടെ. 2026 എന്ന വർഷം വിമർശിക്കുന്നവന്റെ അല്ല, കമ്മിറ്റി കൂടുന്നവന്റെ അല്ല, കയ്യാങ്കളി നടത്തുന്നവന്റെ അല്ല, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവന്റെ അല്ല. 2026 എന്ന വർഷം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം തുറന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറ. പ്രാർത്ഥന പരാജയമാകുകയില്ല, പ്രാർത്ഥന പരാജയമാകുകയില്ല. പ്രാർത്ഥിക്കുന്ന അമ്മമാരിന്ന് രാത്രിയിൽ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നവരിന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ, രാത്രികളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഓലോല കണ്ണുനീരൊരുക്കുന്ന അഭിഷിക്തന്മാരുടെ അകത്ത് ഇന്ന് രാത്രിയിൽ ഒരു സ്പാർക്ക് വീഴട്ടെ. ഈ വർഷം പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്റെ ചോദ്യത്തിന് ബഹുമാനരായ ദൈവമക്കൾ ഉത്തരം പറയണം. ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് തന്ന ഒരു മറുപടികളും ചെറുതായി പോയിട്ടില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന പ്രാർത്ഥനയുടെ മറുപടികൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന അനുഭവമുള്ളവർക്ക് കൈകൾ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് മേടിച്ചതാണ് സാമുവേലിനെ. ഒത്തിരി വിമർശനങ്ങൾ ആ സഹോദരി അതിനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. തന്നെ വഴി നടത്തുന്ന, തനിക്ക് മീതെയുള്ള തന്റെ പുരോഹിതനായ ഏലിയിൽ നിന്ന് പോലും പരിഹാസത്തിന്റെ കൂരമ്പുകൾ അവിടെ ഉള്ളിൽ തറച്ചിട്ടുണ്ട്. പക്ഷെ ഹന്ന പ്രാർത്ഥന നിർത്തിയില്ല. ഹന്ന പ്രാർത്ഥന നിർത്തിയില്ല. ഇന്ന് രാത്രിയിൽ കലിയൂരിരിക്കുന്ന കുടുംബങ്ങളോട്, വിശേഷാൽ ആത്മീയരോട് ഞാൻ സംസാരിക്കുകയാണ്. ഇന്ന് രാത്രിയിലത്തെ മെസ്സേജ് ആത്മീയരോടാണ്, വീണവനോടല്ല, ചെടീകന്മാരോടല്ല, ആത്മീയരോടാണ്, പ്രാർത്ഥിക്കുന്നവരോടാണ്. പ്രാർത്ഥിക്കുന്നവനെ ഈ ഉലകം മുഴുവനും പരാജയപ്പെടുത്താൻ നോക്കിയാലും, പ്രാർത്ഥിക്കുന്നവന് വിരോധമായി ഈ ഉലകം മുഴുവൻ എഴുന്നേറ്റാലും പ്രാർത്ഥിക്കുന്നവനെ ജയിക്കത്തുള്ളൂ എന്ന സത്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരാണ്ട് കഴിഞ്ഞ് ഹന്ന ഗർഭം ധരിച്ചു. ദൈവം അവൾക്ക് ഒരാൺപൈതലിനെ കൊടുത്തു. കൃത്യമായി പ്രാർത്ഥനയിൽ ഹന്ന ഇത് അഡ്രസ് ചെയ്തിരുന്നു. നീ എനിക്കൊരു
കുട്ടിയെ തരണമെന്നല്ല, നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തരണം. നിങ്ങൾക്കറിയാവോ, ഏലി പുരോഹിതന്റെ അടുക്കൽ ഈ പൈതല് മുലകുടി മാറിയ ശേഷം പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ, ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഏലിയോട് ഹന്ന പറയുന്നൊരു വാക്കുണ്ട്, യജമാനനെ, അങ്ങയ്ക്ക് എന്നെ മനസ്സിലായോ? പുള്ളിയുടെ കാഴ്ചപ്പാടൊക്കെ അല്പം കുറഞ്ഞു നിൽക്കുക, കാഴ്ചയൊക്കെ കുറവാ, മൊത്തത്തിൽ വീക്ക. ഈ മകനായിട്ടാകുന്നു ഞാൻ ഈ ആലയത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ? യജമാനനെ, അങ്ങക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ഈ പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ഏലി പറഞ്ഞില്ലല്ലോ മനസ്സിലായില്ലെന്ന്. പറഞ്ഞോ? എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ എന്ന് ഏലി പറഞ്ഞോ? ഒരു കാര്യം ഉറപ്പിച്ചോണം, പ്രാർത്ഥിക്കുന്നവനെയും പ്രാർത്ഥിച്ചവനെയും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരു ഉപദേശവും കൂടെ ഉണ്ട്, മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നവരെയും നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. ആ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹന്ന ചോദിച്ചതുപോലെ ദൈവം ഒരു മകനെ കൊടുത്തു. 2, ഹന്ന ഈ കൊച്ചിനെ ദൈവത്തിന്റെ ആലയത്തിനകത്ത് കൊണ്ടുവന്ന് പുരോഹിതനോടൊപ്പം ആക്കി. ഇതിനകത്ത് വലിയൊരു ആത്മീയ കാഴ്ചപ്പാട് ഈ അമ്മയ്ക്കുണ്ട്. എല്ലാ അമ്മമാർക്കും ഉള്ള ആത്മീയ കാഴ്ചപ്പാടാണ് തലമുറയുടെ അനുഗ്രഹം. ഹല്ലേലൂയ. മാതാപിതാക്കളോട് സ്നേഹത്തോടെ ഒരു മകനെ പോലെ, ഒരു അനുജനെ പോലെ ഞാൻ സംസാരിക്കുന്നു. പേരൻസ്, ഡിയർ പേരൻസ്, ബിലൗഡ് പേരൻസ്, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ അടുത്ത തലമുറയുടെ ആത്മീക പ്രചോദനം. ഹല്ലേലൂയ. ഈ വേദിയിൽ ഈ മൈക്കും പിടിച്ച് ഒരു ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒത്തിരി അത്ഭുതങ്ങൾ, ദൈവത്താൽ സംഭവിച്ച ഒത്തിരി വിടുതലുകൾ ഞാൻ കണ്ടിട്ടുള്ളവനാണെങ്കിലും അതൊന്നും എന്നെ വലുതായിട്ടൊന്നും അത്ഭുതപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്, ഞാൻ ഈ സ്റ്റേജിൽ ഒരു പാസ്റ്ററായി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അതിന്റെ പിറകിൽ അതിപ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് എൻ്റെ അമ്മയാണ്. ഹല്ലേലൂയ. ആ അമ്മയുടെ കണ്ണുനീരും ആ അമ്മയുടെ പ്രാർത്ഥനയും ആ അമ്മയുടെ നിലവിളിയും ആ അമ്മ ദൈവസന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളിലൊക്കെ കരഞ്ഞതും പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും ഒക്കെയാണ് ആ അമ്മയുടെ 3 മക്കളും ഇന്ന് സുവിശേഷ വേല ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങൾ അഭിഷേകത്തെ ബഹുമാനിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ദൈവസഭയെ കുറിച്ച് കൂടുതൽ കൂറുള്ളവരായിരിക്കണം. മാതാപിതാക്കൾ ആലയത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് നിന്റെ തലമുറ ആലയത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. മാതാപിതാക്കൾ വീട്ടിൽ സംസാരിക്കുന്ന സഭയെ കുറിച്ച്, അഭിഷിക്തന്മാരെ കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ച്, ദൈവവേലയെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്ന സംസാരമാണ് നിങ്ങളുടെ അടുത്തൊരു ജനറേഷൻ ഈ പുസ്തകം എടുക്കാൻ അവരെ ഉത്സാഹിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. കാരണം നമ്മൾ എന്തിനെ ബഹുമാനിക്കുന്നുവോ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ, അത് മാത്രമേ നമ്മളുടേതായി തീരത്തുള്ളൂ. നിങ്ങൾ മിണ്ടുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം കെട്ട് പൊട്ടട്ടെ എന്നോ ബന്ധനം അഴിയട്ടെ എന്നോ ആഭിചാരം പൊട്ടട്ടെ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഇതുപോലൊരു ശാന്തതയുണ്ട്. ആ ശാന്തത എനിക്കൊരു സ്വസ്ഥതയാണ്. ചേർന്നൊരു ആമീൻ പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മൾ എന്തിനെ ബഹുമാനിക്കുന്നോ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ, ഇത് മാത്രമേ നമ്മുടേതാകത്തുള്ളൂ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പറയാം. നമ്മൾ എന്തിനെ വിമർശിക്കുന്നോ, നമ്മൾ എന്ത് അവിശ്വസിക്കുന്നോ, അത് നമ്മളെ വിട്ടുപോകും. മനസ്സിലായില്ലല്ലേ? എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? പറയാം. ഇപ്പോ നിങ്ങൾ ഈ റോഡിലൂടെ നടന്നു പോവാണ്. ആ വഴിയിൽ ഒരു തെരുവ് നായ നിൽക്കുന്നു, ഒരു സ്ട്രീറ്റ് ഡോഗ്.
തെരുവ് നായാണ്. ആ തെരുവ് നായ ആ വഴിയിൽ നിൽക്കുമ്പോ നിങ്ങൾ അതിന്റെ അടുത്തോട്ട് ചെന്നപ്പോൾ നിങ്ങളെ അതൊന്ന് സൂക്ഷിച്ചു നോക്കി കടിക്കുമെന്ന് തന്നെ തോന്നി. പക്ഷെ നിങ്ങൾ പോയി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന് ഒരു പാത്രത്തിൽ അല്പം പാലും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു, മാറി നിന്നു. ഈ നായ നിങ്ങൾ മാറി നിന്ന് കഴിയുമ്പോൾ ആ ബിസ്ക്കറ്റും വന്ന് തിന്ന് ഈ പാലും കുടിക്കും. എന്നിട്ട് അങ്ങ് തിരിച്ചു പോകും, നിങ്ങളെ നോക്കാനൊന്നും നിൽക്കില്ല. നിങ്ങൾ പിറ്റേ ദിവസവും വൈകിട്ട് ഇതേ സമയത്ത് വന്ന് ഈ നായക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്തു. മൂന്നാമത്തെ ദിവസവും നിങ്ങൾ ഇത് ചെയ്താൽ അന്ന് ഈ നായ നിങ്ങളെ കാണുമ്പോൾ വാലാട്ടും. നാലാമത്തെ ദിവസം നിങ്ങൾ ഇത് ചെയ്താൽ അന്നേ ദിവസം ആ നായ നിങ്ങൾ വരുന്നത് കാത്ത് ആ സമയത്ത് അവിടെ നിൽക്കും. അഞ്ചാമത്തെ ദിവസവും നിങ്ങൾ ആ നായയെ സ്നേഹിച്ചാൽ, ആ നായ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്താൽ, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇവൻ വാലുവാട്ടി നിങ്ങളുടെ പുറകെ വരും. പിടികിട്ടിയോ? വഴിയെ പോകുന്ന ഒരു നായോടാണെങ്കിൽ പോലും സ്നേഹവും ബഹുമാനവും കൊടുത്താൽ അത് നിന്റെ പുറകെ വാലാട്ടി വരും. എന്നാൽ ഈ നായയെ കാണുന്ന സമയത്ത് എപ്പോ ഈ നായയെ കണ്ടാലും കല്ലെടുത്തെറിയുക, അതിനെ ആക്രമിക്കുക, അതിനെ നേരെ ആക്രോശിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങൾ അതുവഴി പോണമെന്നില്ല. നിങ്ങളുടെ ഒരു ഫോട്ടോ പറ്റിയ നായയെ കാണിച്ചാൽ മതി, അത് അതുവഴി പൊക്കോളും. നിങ്ങളെ മൈൻഡ് പോലും ചെയ്യില്ല. നിങ്ങളുടെ ഒരു പടം കാണിച്ചാൽ മതി, അതുവഴി പൊക്കോളും അത്. പ്രൈസ് ലോർഡ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സ്നേഹിക്കുന്നതും നിങ്ങൾ ബഹുമാനിക്കുന്നതും മാത്രമേ നിങ്ങളുടെ പുറകെ വരുള്ളൂ. നിങ്ങൾ അപമാനിക്കുന്നതും ആട്ടി ഓടിക്കുന്നതും നിങ്ങളുടെ പുറകെ വരില്ല. അഭിഷേകത്തെ ബഹുമാനിക്കുന്നവന്റെ വീട്ടിൽ അഭിഷിക്തന്മാരുണ്ടാകും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അഭിഷേകത്തെ ബഹുമാനിക്കുന്നവന്റെ ഭവനത്തിനകത്ത് അഭിഷിക്ത തലമുറ എഴുന്നേൽക്കും. പ്രാർത്ഥനയെ ബഹുമാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കും. ഉദാഹരണം പറയാം. വേദപുസ്തകത്തിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അഭിഷിക്തനും അഭിഷേകത്തിനും എതിരായിരുന്നു. ശൗലിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, അഭിഷിക്തനായ ദാവീദിനെ കൊല്ലണം. ഒറ്റ ആഗ്രഹമുള്ളൂ. പക്ഷേ ദാവീദ് അങ്ങനെ അല്ലായിരുന്നു. ദാവീദ് അഭിഷേകത്തെ ബഹുമാനിക്കുന്ന മനുഷ്യനായിരുന്നു. അതുല്ലാം ഗുഹയിൽ വെച്ച് ശൗലിനെ കൊന്നുകളയാൻ ദാവീദിന് ഒരു അവസരം കിട്ടി. ദാവീദിന്റെ കൂടെയുള്ള 400 വീരന്മാർ ദാവീദിനോട് വന്നു പറഞ്ഞു, യജമാനനെ, നിന്റെ ശത്രുവായവൻ, നിനക്കെതിരെ നിൽക്കുന്നവൻ ദേ നമ്മുടെ പാളയത്തിൽ നമ്മുടെ ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് വന്ന് കയറിയിട്ടുണ്ട്. നിനക്കവനെ ഇന്ന് ഇവിടെ വെച്ച് തീർത്ത് കളയാൻ കഴിയും. ഇവരെല്ലാം കൂടെ പ്രേരിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് ദാവീദിനെ വിട്ടു. ദാവീദ് ശൗലിന്റെ പുറകിൽ ചെന്ന് അവന്റെ വസ്ത്രാഗ്രം തന്റെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തു. ശൗല് പോലും അറിഞ്ഞില്ല. എന്നിട്ട് തന്റെ കൂടെ നിന്ന 400 വീരന്മാരുടെ മുമ്പിൽ ഈ വസ്ത്രാഗ്രം ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ, ഇത് എന്റെ യജമാനന്റെ വസ്ത്രത്തിന്റെ അഗ്രമാണ്. ഇതെനിക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് അവനെ അതേ കത്തി കൊണ്ട് തീർക്കായിരുന്നു. പക്ഷേ ഞാൻ യഹോവയുടെ അഭിഷിക്തന് നേരെ എന്റെ കൈ ഉയർത്തുകയില്ല, കാരണം അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ. അവ ശൗൽ എത്ര ഉപദ്രവകാരിയാണെങ്കിലും ശൗലിനെ ദൈവം അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയാണെന്നുള്ള ബോധം ദാവീദിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ദാവീദ് ദൈവത്തിന്റെ അഭിഷേകത്തെയും ദൈവം എന്ന അഭിഷേകം ചെയ്ത സർവശക്തനെയും ബഹുമാനിച്ചവനായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? ദൈവത്തിന്റെ അഭിഷേകത്തോടും അഭിഷിക്തന്മാരോടും അസ്വസ്ഥത പുലർത്തിയിരുന്ന ശൗലിന്റെ കുടുംബം നാമാവിശേഷമായി, ഒരെണ്ണയില്ലാതെ. പക്ഷേ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു അഭിഷിക്ത തലമുറ എഴുന്നേറ്റ് വന്നത് ദാവീദ് ഗൃഹത്തിനകത്തുന്ന കർത്താവായ യേശു ക്രിസ്തു ഉൾപ്പെടെ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാവോ? ഒരു അഭിഷിക്ത തലമുറ, ഒരു ഗണം. വചനം പഠിച്ച ദൈവദാസന്മാർ ഇവിടെയുണ്ട്. വേദവചനത്തിൽ പരിജ്ഞാനമുള്ള വിശ്വാസികൾ ഇവിടെയുണ്ട്. സകല ദൈവത്തിന്റെ അഭിഷിക്തന്മാരും പിറന്നവ്, ജനിച്ചത് ക്രിസ്തു ഉൾപ്പെടെ ദാവീദിന്റെ ഗോത്രത്തിലല്ലേ? അഭിഷേകത്തെ ബഹുമാനിച്ചവന്റെ ഭവനത്തിനകത്ത് ഒരു അഭിഷിക്ത തലമുറ ഉണ്ടായി. അഭിഷേകത്തിന് വിരോധമായി നിന്നവന്റെ കുടുംബം നാമാവിശേഷമായി. ഞാൻ ബഹുമാനിക്കുന്നതും ഞാൻ സ്നേഹിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും മാത്രമേ എന്റെ വീട്ടിൽ വരത്തുള്ളൂ.
ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഞാൻ അപമാനിക്കുന്നതും ഞാൻ എതിർക്കുന്നതും എൻ്റെ വായ് കൊണ്ട് ഞാൻ ആട്ടിപ്പായിക്കുന്നതും എൻ്റെ അടുക്കൽ വരത്തില്ല. ഈ 73ാമത് കലിയൂർ ജനറൽ കൺവെൻഷനിൽ നിന്നുകൊണ്ട് ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ഞാൻ പ്രവചിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് നിന്ന് പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേറ്റ് വരട്ടെ. ദൈവത്തിന്റെ അഭിഷേകത്തെയും പ്രവാചകന്മാരെയും വിശ്വസിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ഒരു പ്രവാചക ഗണം ഉടലെടുക്കട്ടെ. ഓ, ശക്തിയോട് രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ 2026 എന്ന വർഷത്തിൽ ഒരു അഭിഷിക്ത തലമുറ ഈ കൂട്ടത്തിനകത്ത് നിന്ന് ഒരു സൈന്യത്തെ, ഒരാർമിയെ ദൈവത്താൽ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. ഹന്ന എന്തിനാണ് സാമുവേലിനെ ദേവാലയത്തിൽ കൊണ്ട് നിർത്തിയത്? കാരണം ശലോമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാവും. ഞാൻ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, ഞാൻ ആരുടെ കൂടെയാണോ നിൽക്കുന്നത്, ഞാൻ അതാവും. കള്ളന്റെ കൂടെ നടക്കുന്നവൻ കള്ളനാവും, കള്ളുടിയന്റെ കൂടെ നടക്കുന്നവൻ കള്ളുടിയനാവും. പ്രൈസ് ദി ലോർഡ്. കീബോർഡ് വായിക്കുന്നവന്റെ കൂടെ നടക്കുന്നവൻ കീബോർഡിസ്റ്റ് ആവും, പ്രവാചകന്റെ കൂടെ നടക്കുന്നവൻ പ്രവാചകനാവും. ഇത് ലോക സഹജമാണ്. അപ്പോൾ ഹന്നായിക്ക് ഒരു ആഗ്രഹം, ഹന്നായിയുടെ മകൻ ഒരു ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹമുള്ള അമ്മമാരൊക്കെ ഉണ്ടെന്ന് കൈ ഉയർത്തി കാണിച്ചു. അയ്യോ അയ്യ, ഒന്ന് കൈ ഉയർത്തി കാണിച്ചു, ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഹന്ന എന്നാ ചെയ്തു? ഹന്ന തന്റെ മകനെ ഒരു ശുശ്രൂഷകന്റെ ഒപ്പം ആക്കി വെച്ചു. അതിനകത്ത് വലിയൊരു തത്വം ഉണ്ട് കേട്ടോ. അതിനകത്ത് വലിയൊരു കാര്യം തന്നെ ഉണ്ട്. ഒരു ഏലി പുരോഹിതനില്ലാതെ ഒരു സാമുവേൽ ഉണ്ടാകത്തില്ല. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന കർത്തൃദാസന്മാരുടെ വില, ദൈവം അഭിഷേകം ചെയ്തവരുടെ വാല്യൂ അറിയാവുന്നവരുടെ കൈ ഒന്ന് ഉയർത്തി കാണിക്കാവോ? ഈ ഇവിടുന്ന് എത്രയും വേഗം പോകുന്നതായിരിക്കും എനിക്ക് നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. മക്കളെ, സഹോദരങ്ങളെ, ഇതിന്റെ വില നിങ്ങൾക്ക് അറിഞ്ഞൂടാ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ ചവിട്ടിയാൽ യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെടും. മനസ്സിലായോ? ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തന്മാർ അവന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. അവന്റെ ദാസന്മാരെ, അവന്റെ പ്രവാചകന്മാരെ തൊടരുത് എന്ന് ദൈവം പറഞ്ഞത് അതുകൊണ്ടാണ്. അത് അവന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അവർ വളരെ വിലപ്പെട്ടവരാണ്. ഈ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദേശത്തിന്റെ നെടുകയും കുറുകയും നടന്ന് തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്ന, ട്രാക്റ്റുകൾ കൊടുക്കുന്ന, സുവിശേഷ വേല ചെയ്യുന്ന, വിവിധ വീടുകളിൽ കയറി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഒരു ഏലി പുരോഹിതനില്ലാതെ ഒരു സാമുവേൽ ഇല്ല. ഒരു സാമുവേലിനെ കൂടാതെ ഒരു ദാവീദ് ഇല്ല. ഒരു മോശയെ കൂടാതെ ഒരു ജോഷുവ ഇല്ല. ഒരു ഏലിയാവിനെ കൂടാതെ ഒരു എലീശ ഇല്ല. ഒരു ദാവീദിനെ കൂടാതെ എറിയുന്ന 400 വീരന്മാരില്ല. ക്രിസ്തു എന്ന അഭിഷിക്തനെ കൂടാതെ 12 അപ്പോസ്തലന്മാരില്ല. ഒരു അനന്യാസിനെ കൂടാതെ ഒരു പൗലോസ് ഇല്ല. ഒരു പൗലോസിനെ കൂടാതെ ഒരു തീമോത്തിയോസ് ഇല്ല. ഹല്ലേലൂയ. ആ കണക്ഷനുകൾക്കായി, ആ ബന്ധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണിത്, നമ്മുടെ ബന്ധങ്ങൾ. നമ്മൾ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ആത്മീക നിലവാരം അതുപോലെ ഇരിക്കും. മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറയാം. പുകവലിക്കാത്തൊരു മനുഷ്യൻ, പുകവലി ഇഷ്ടമല്ല, പുകവലിക്ക് എതിരാണ്. പുകവലിക്കുന്ന ഒരു മനുഷ്യന്റെ വാഹനത്തിനകത്ത് കയറിയാൽ പുക വലിച്ചില്ലെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയ അവന്റെ ഷർട്ടിനകത്ത് ആ ബീഡിയുടെ, സിഗരറ്റിന്റെ മണം കാണും. പിടികിട്ടിയോ? ദുർഗന്ധം
ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങളും ആ ദുർഗന്ധത്തിന്റെ ഭാഗമായിരിക്കും. നല്ല പെർഫ്യൂമിന്റെ മണം ഷർട്ടിലുള്ള ഒരു മനുഷ്യന്റെ കൂടെ ഇരുന്നാൽ നിങ്ങളും ആ മണത്തിന്റെ ഭാഗമായിരിക്കും. നിങ്ങൾ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. പരിഹാസിയോട് കൂടെ നടക്കുന്നവൻ പരിഹാസിയാവും, ജ്ഞാനിയോട് കൂടെ നടക്കുന്നവൻ ജ്ഞാനിയാകും. ഈ 2026 വർഷം വിജയകരമാകാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നന്നാവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ കരങ്ങളെയും അധരങ്ങളെയും ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൃത്യമായി നിങ്ങൾ ആ നിലയിലുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താണ് കേൾക്കുന്നത്, ഞാൻ എന്താണ് കാണുന്നത്, അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. ഹന്നായ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു സാമുവേൽ ദൈവത്തിന്റെ ശുശ്രൂഷകനാകണം. അതുകൊണ്ടാണ് 1 ശമൂവേൽ 1:24 2 ശമൂവേൽ 11 വാക്യത്തിലും 21 വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, സാമുവേൽ ദൈവത്തിന്റെ ആലയത്തിൽ വളർന്നു എന്ന്. മൂന്നാമതായി ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവനായിരുന്നു. വായിക്കാം 1 ശമൂവേൽ 2:26 വാക്യം. പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. സാമുവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ഫേവർ. അങ്ങനെ വേദപുസ്തകം പ്രതിപാദിക്കുന്ന ഒരാളും കൂടെ ഉള്ളൂ. ആ ആള് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് സാമുവേൽ. അത് ചെറുതായോ? അസാധാരണ മനുഷ്യനല്ലായിരുന്നോ? ഞാൻ ഈ താഴോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. സാമുവേൽ പ്രവാചകന്റെ അടുക്കൽ വരുന്നവന്റെ മേളിൽ ദൈവത്തിന്റെ അഭിഷേകം ചലിക്കുമായിരുന്നു. സാമുവേൽ അഭിഷേകം ചെയ്ത ദാവീദും സാമുവേൽ അഭിഷേകം ചെയ്ത ശൗലും ഇവര് രണ്ടുപേരും രാജാക്കന്മാരല്ലായിരുന്നു. ഒന്നുകൂടെ പറയാം, സാമുവേൽ അഭിഷേകം ചെയ്ത ദാവീദും സാമുവേൽ അഭിഷേകം ചെയ്ത ശൗലും രണ്ടുപേരും രാജാക്കന്മാരല്ലായിരുന്നു. ശൗൽ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് സാമുവേലിന്റെ അടുക്കൽ എത്തിയ ആളാണ്. ദാവീദിനെ അപ്പന്റെ ആടുകളെ കാട്ടിൽ മേയിച്ചോണ്ടിരുന്നിടത്തുനിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാണ്. പക്ഷെ സാമുവേൽ ഒരാളെ അഭിഷേകം ചെയ്താൽ അവന് രാജാവാകാതിരിക്കാൻ പറ്റില്ല. സാമുവേൽ ഒരാളെ അഭിഷേകം ചെയ്താൽ അവന് മുൻപിൽ വരാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ദൈവകൃപയുള്ള മനുഷ്യനായിരുന്നു. അവന്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കും നിഷ്ഫലമായില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറയുകയാണ്. അത് എത്ര പേർ സ്വീകരിക്കുമെന്ന് അറിയില്ല. ഇത് ഞാൻ ആദ്യം സ്വീകരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കൾ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ഉണ്ടാകാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ തലമുറകളുടെ മേളിൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്ന ഒരു കരമായിരിക്കും. ആമേൻ. ഓ, വിശ്വസിക്കുന്നവർ, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കൈകളൊന്ന് തട്ടി ചില മിനിറ്റുകൾ ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി. നിന്റെ തലമുറകൾ, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ ആയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവിനെ നിന്റെ സന്തതിയിൽ നിന്നും നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും നീങ്ങി പോകത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇതിനകത്തിരിക്കുന്ന ചില തലമുറകളെ അഭിഷേകം ചെയ്യട്ടെ. Father, in the name of Jesus, a generational blessing ഉണ്ടാകട്ടെ. Thank you Jesus. അതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ പറയാം. ഒരു പ്രധാന കാരണം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിത്തെ മെസ്സേജിനെ ഒരു പ്രാവചനികമായ ഒരു പ്രൊഫറ്റിക് മെസ്സേജായി നിങ്ങൾ കാണണം. സ്തോത്രം. ഒന്ന്, ദൈവസഭകൾക്കകത്ത്
ഈ തലമുറയിലുള്ളവർ, മാതാപിതാക്കൾ, തലമുറകളെ കുറിച്ച് കൺസേൺ ഉണ്ടാകണം. നിങ്ങളുടെ മക്കൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. നിങ്ങളുടെ തലമുറകൾ ആലയത്തോട് കൂറും സ്നേഹമുള്ളവരായിരിക്കണം. ഇന്ന് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ചർച്ചുകളിൽ ചെറുപ്പക്കാരില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ കാലം കൊണ്ട് തീരാനുള്ളതാണോ ഇത്? ഞാൻ മാത്രം മതി. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ മാത്രം മതി, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. മതിയോ? പണ്ടൊരിക്കലൊരു മനുഷ്യൻ ബസ് കാത്തു നിന്നു. ഒറ്റ ബസ് ആ റോഡിൽ നിർത്തുന്നില്ല. അങ്ങനെ കുറെ ബസ്സുകൾ പോയി. അങ്ങനെ ഇരുന്നപ്പോ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്, പുള്ളി കൈ കാണിക്കണോ വേണ്ടെന്ന് ഒന്ന് ആശങ്കപ്പെട്ടു. കാരണം ഓർഡിനറി ബസ്സും സാധാ ബസ്സും ഒന്നും നിന്നില്ല അവിടെ. എന്നാൽ ഈ മനുഷ്യൻ സൂപ്പർ ഫാസ്റ്റിന് കൈ കാണിച്ചു. കൃത്യമായിട്ട് ആ സ്റ്റോപ്പിൽ സൂപ്പർ ഫാസ്റ്റ് ബസ് നിർത്തി. അയാൾ അത്ഭുതപ്പെട്ടുപോയി. അയാൾ ചാടി ബസ്സിനകത്ത് കയറിയിട്ടുണ്ടെ കണ്ടക്ടറോട് പറഞ്ഞു താങ്ക് യു, ഡ്രൈവറോട് ഒന്ന് പറഞ്ഞേക്കണം താങ്ക് യു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ബസ് അടുത്തടുത്ത് നിർത്തി. അവിടെ കൈ കാണിച്ച ആളെയും കയറ്റി. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ജംഗ്ഷനിൽ നിർത്തി. അവിടെ കൈ കാണിച്ച ആളെ കയറ്റി. ഒരു 7-8 സ്ഥലത്ത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ ഈ ആദ്യം കയറിയവൻ അസ്വസ്ഥനായി. അവൻ പറഞ്ഞു, ഇതെന്താ ഇടപാടാ? ഇങ്ങനെയാണോ സൂപ്പർ ഫാസ്റ്റ് പോകണ്ടി? ഇതാണോ സൂപ്പർ ഫാസ്റ്റ്? ഞാൻ ടിക്കറ്റ് എടുത്ത് തീ കയറിട്ട് ഇതാണോ സൂപ്പർ ഫാസ്റ്റ്? അത് വഴി നിൽക്കുന്നവരെ എല്ലാം കയറ്റുന്നതാണോ സൂപ്പർ ഫാസ്റ്റ്? കണ്ടക്ടർ തോളി തട്ടിട്ട് പറഞ്ഞു, ചേട്ടൻ എങ്ങനെ ആദ്യം ഇതിൽ കയറിയെന്ന് ഓർത്തോണം. അതെല്ലാ ചേട്ടന്മാരും ഓർത്തോണം. ഒന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. എല്ലാ ചേട്ടന്മാരും ഓർത്തോണം. ഇത് അവന്റെ കരുണയാ, ഇത് അവന്റെ കരുണയാ, ഇത് അവന്റെ ദയയാ, ഇത് അവന്റെ വിശ്വാസം. ഞാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ആരും കയറരുത്. ഞാൻ ബസ്സിൽ കയറിയാൽ പിന്നെ ഒരുത്തനും കയറാൻ പാടില്ല. ഹല്ലേലൂയ. അവല്ല, ഞാൻ ആഗ്രഹിക്കുന്നു ഈ കല്ലിയൂർ കൺവെൻഷനിൽ ഈ സഭ, നിങ്ങൾക്ക് എത്ര ചർച്ച ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ 1000 സഭകൾ കാണാം, 100 സഭകൾ കാണാം, മറ്റ് ദൈവദാസന്മാർ കാണാം, ഈ ലൈവിൽ കാണാം. ഞാൻ അവരോട് സ്നേഹത്തോടെ പറയുന്നു, ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരണം, ഒരു തലമുറ എഴുന്നേറ്റ് വരണം. ഇതിനകത്തിരിക്കുന്നവർ ഒതുക്കുന്നവരാകരുത്, ഇതിനകത്തിരിക്കുന്നവർ വളർത്തുന്നവരാകണം. അങ്ങനെയുള്ളവരൊന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നീ ഒതുക്കുന്നവനാകരുത്, നീ വളർത്തുന്നവനാകണം. നീ പരിഹാസിയാകരുത്, നീ പ്രോത്സാഹിപ്പിക്കുന്നവനാകണം. ഇനി ആരൊക്കെ ഒതുക്കിയാലും ഞാനൊരു സംഭവം പറയാൻ പോവാ. ഈ സാമുവേലിന്റെ കാലത്തെ ഒട്ടും ആത്മീകമായി പ്രചോദനം കിട്ടാത്ത, ഒട്ടും ഒരുത്തന് കേറി വരാൻ, സ്പിരിച്വലി ആത്മീകമായി കേറി വരാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കേറി വന്ന ആളാണ് സാമുവേൽ. പിടികിട്ടിയോ? പിടികിട്ടിയില്ല? എന്നാ വായിച്ചോ. കാരണം ഈ സാമുവേലിന്റെ കാലത്ത് വചനം ദുർലഭമായിരുന്നു. ദൈവവചനത്തിൽ ആലയത്തിൽ രാവും പകലും കത്തി നിൽക്കേണ്ട വിളക്ക് കേട്ടുപോകുന്ന അവസ്ഥയായിരുന്നു. 1 ശമൂവേൽ 2:12 മുതൽ 17 വരെ ഒന്ന് വായിച്ചേ. 1 ശമൂവേൽ 2:12 മുതൽ 17 വരെ. അന്നത്തെ ആ സെറ്റപ്പ് എന്നാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്ത. ഏലിയുടെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ പുത്രന്മാർ, പാസ്റ്ററിന്റെ മക്കള്. പറഞ്ഞേ, പാസ്റ്ററിന്റെ മക്കള്, പാസ്റ്ററുടെ മക്കൾ. അന്നത്തെ കാലത്ത് ഏലിയുടെ പുത്രന്മാർ നീചന്മാരും ചർച്ചിനകത്ത് ശുശ്രൂഷയിൽ നിൽക്കേണ്ട ആളുകൾ നീചന്മാരായിരുന്നു. നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. അവർക്ക് ദൈവത്തെ ഭയമോ ദൈവത്തെ ഓർക്കുകയൊന്നും ചെയ്യാത്തവരായിരുന്നു. അടുത്ത വാക്യം. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ. ഈ സാമുവേൽ നിൽക്കുന്ന ചർച്ചിലെ യാഗപീഠത്തിൽ ഒരു യാഗം കഴിച്ചാൽ, ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം കഴിച്ചാൽ, ആടോ മാടോ എന്തെങ്കിലും ആട്ടെ, ഈ യാഗപീഠത്തിൽ ഇരിക്കുന്ന യാഗവസ്തു, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ബാർബിക്യൂയും തണ്ടൂരി ചിക്കനും ഗ്രില്ലും ഒക്കെ പോലെ, ഈ മാംസം അങ്ങോട്ട് വേവുമ്പം ദൈവത്തിനർപ്പിച്ച, യാഗപീഠത്തിൽ അർപ്പിച്ച യാഗവസ്തുവിൽ നിന്ന്
മാംസം കൊണ്ടുവന്ന് ഫോർക്കിന് എടുത്തോണ്ട് പോയി, മുപ്പല്ലി കൊണ്ടുവന്ന് കുത്തി എടുത്തോണ്ട് പോയി ദൈവത്തിന് അർപ്പിച്ച യാഗവസ്തു കൊണ്ട് മാറിയിരുന്ന് തിന്നുന്ന ഒരു തലമുറയുടെ ഇടയിൽ വളർന്നു വന്നവനാ സാമുവേൽ. ഒന്ന് ഓർത്തു നോക്കിയേ എന്താ എൻകറേജ്മെന്റ് ആണെന്ന്. ഒന്ന്, പുരോഹിതനെ സംബന്ധിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെ മെസ്സേജ് കുറച്ചുകൂടെ കടുക്കും. പുരോഹിതനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല. പുള്ളി ആലയത്തിൽ കത്തിയിരിക്കേണ്ട വിളക്ക് ഊതി അണച്ചേച്ച് ഉറങ്ങുകയാണ്. കത്തി നിൽക്കേണ്ട വിളക്ക്, ആലയത്തിൽ കത്തി നിൽക്കേണ്ട വിളക്ക് ഊതി അണച്ചിട്ട് ഉറങ്ങുന്നു. അണ്ട് ഇത്രയും പ്രസംഗം ഇവിടെ നടക്കുമ്പോഴും ഉറങ്ങുന്നവരില്ലേ? ഓർത്തു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു സംഭവം, ഈ ഒരിടത്തൊരു പുതിയ ചർച്ച് തുടങ്ങിയപ്പോ അയലോക്കക്കാരന് ശബ്ദമാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ SIക്ക് പരാതി കൊടുത്തു. SIയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ ചർച്ചുകാര് കാരണം ഞങ്ങളുടെ ഉറക്കം പോവുകയാണ്, അല്ലെങ്കിൽ സാറ് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥല SI സിവിൽ ഡ്രസ്സിൽ, അദ്ദേഹത്തിന്റെ യൂണിഫോമിലല്ല, സിവിൽ ഡ്രസ്സിൽ ഈ ചർച്ചിനകത്ത് ഞായറാഴ്ച രാവിലെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്നു കയറിയിരുന്നു. ശബ്ദം, ഇതിനകത്ത് ബഹളം എന്തുവാന്നറിയാൻ. പുള്ളി ഒന്ന് തൊട്ടടുത്തിരുന്ന് നോക്കുന്നവൻ ഇത്രയും ശബ്ദം നടക്കുമ്പോ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ ഉറങ്ങുന്നു. ഹല്ലേലൂയ. പുള്ളി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ പുറകെ ഇരുന്ന 2 അമ്മമ്മമാരുടെ ഉറങ്ങുന്നു. പുള്ളി സ്വോത്രകാഴ്ചയുടെ സമയമൊക്കെ ആയപ്പോഴത്തേന് പുള്ളി അവിടുന്ന് ഇറങ്ങി വെളിയിൽ ഇറങ്ങി വന്നിട്ട് ഇവനോട് പറഞ്ഞു, നിന്റെ പരാതി ഞങ്ങൾ ക്യാൻസൽ ചെയ്തേക്കുന്നു പറഞ്ഞു. നിന്റെ പരാതി ക്യാൻസൽ ചെയ്തേക്കുന്നു, കാരണം ഇനി പരാതിയില്ലെന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു, അതെന്നാ പറ്റി? എടാ, നിനക്കെന്നാ ഉറങ്ങാൻ പറ്റാത്ത? അതിനകത്തിരിക്കുന്നവൻ ഉറങ്ങുന്നെന്ന് പറഞ്ഞു. നിനക്കെന്നാ പ്രശ്നം എന്ന് ചോദിച്ചു. സ്തോത്രം. പിന്നെ എന്തോന്ന് ശബ്ദം? ദൈവവചനം ദുർലഭമായിരുന്ന കാലം, പുരോഹിതന്മാർ ആലയത്തിൽ കത്തിയിരുന്ന വിളക്ക് അണച്ചിട്ട് കിടന്നുറങ്ങിയ കാലം, യാഗപീഠത്തിനകത്ത് വെച്ചിരുന്ന ദൈവത്തിന് യാഗമർപ്പിക്കുന്ന യാഗവസ്തു മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്തോണ്ട് പോയി തിന്നുന്ന തലമുറയും പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിന്റെ നടുവിൽ ഒരുത്തൻ കേറി വരിക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയല്ലേ? ഓ ഞാൻ ഇങ്ങനെ ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നോട് പറയുന്നു, സാഹചര്യം നിനക്ക് എത്ര എതിരാണെങ്കിലും, നീ കാണുന്നത് കൈപ്പേറിയ അവസ്ഥകളാണെങ്കിലും, നിന്നെ ഡിസ്കറേജ് ചെയ്യുന്ന, നിന്നെ ഇടിച്ചു താഴ്ത്തുന്ന അനുഭവങ്ങൾ നിന്റെ മുൻപിലുണ്ടെങ്കിലും നീ പുറകോട്ട് പോകരുത്, നീ തളർന്നു പോകരുത്, നിന്റെ പ്രാർത്ഥന കുറയ്ക്കരുത്, നിന്റെ ആരാധന നിർത്തരുത്, നിന്റെ വചന ധ്യാനം അവസാനിപ്പിക്കരുത്, നിന്റെ അഭിഷേകത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ആ കൈകൾ അടിച്ചു രാത്രിയിൽ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറ. ഓ, അതിശക്തമേറിയ ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇത് ചലിക്കട്ടെ. അപ്പുറത്തിരിക്കുന്നവനെ നോക്കുകയല്ല, ഇപ്പുറത്തിരിക്കുന്നവനെ നോക്കുകയല്ല, വീണുപോയ ശൗലുമാരെ നോക്കുകയല്ല, സെൻബല്ലത്തുമാരെ നോക്കുകയല്ല, ഗോലിയാത്തുമാരെ നോക്കുകയല്ല. ഇന്ന് രാത്രിയിൽ ആത്മശക്തിയിൽ മുന്നേറുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ. ഓ, come on pastors, ദൈവദാസന്മാർ, കൊയറിലുള്ള കുഞ്ഞുങ്ങൾ ആത്മാവിൽ ആരാധിച്ചു, ഈ മുമ്പിലിരിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചു. ഓ ജീസസ്, ഓ ജീസസ്, നിന്നെ ആത്മീകമായി തളർത്തുവാൻ നോക്കുന്ന സകല സാഹചര്യങ്ങളെ ഇന്ന് രാത്രിയിൽ ഒന്ന് തകർത്തുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവൻ അവൻ ശക്തിയെ പുതുക്കും. കടുകനെ പോലെ ചിറകടിച്ചു കയറും, ചിറകടിച്ചു കയറും, ചിറകടിച്ചു കയറും, ആത്മാവിലൊന്ന് അടിച്ചു കയറുന്നു. Jesus, Jesus, Jesus. നിന്നെ മടുപ്പിച്ചു കളയാൻ, നിന്റെ പ്രാർത്ഥനയെ അവസാനിപ്പിക്കാൻ, നിന്റെ ആരാധന ഇല്ലാതെയാക്കാൻ, നിന്റെ സ്തുതികളെ കുറച്ചു കളയാൻ, നിന്റെ ഉത്സാഹത്തെ കുറച്ചു കളയാൻ, മടുപ്പിക്കാൻ ശ്രമിക്കുന്ന സകല പൈശാചിക പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകർന്നു പോകട്ടെ. സാമുവേൽമാർ എഴുന്നേൽക്കട്ടെ. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഏലിമാരുടെ ഇടയിൽ, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ ഇടയിൽ, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു കൂട്ടത്തിന്റെ ഇടയിൽ വിളിക്കപ്പെട്ട സാമുവേൽമാർ
ദൈവം നിന്നെ കണ്ടതാണ്. ആരാധിക്കുന്ന സഹോദരി, ദൈവം നിന്നെ കണ്ടതാണ്. ആരാധിക്കുന്ന സഹോദര, ദൈവം നിന്നെ കണ്ടതാണ്. ഈ കാലഘട്ടത്തിന്റെ ദൈവശബ്ദമായി, ഈ കാലഘട്ടത്തിന്റെ പ്രവാചകനായി, ഈ കാലഘട്ടത്തിന്റെ പ്രവാചകിയായി ഒരു തലമുറയെ അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാമുവേലുമാരായി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. ആലയത്തിൽ കത്തണ്ട വിളക്കുകളെ ഊതിക്കെടുത്തുന്ന ഏലിമാരല്ല, ആലയത്തിൽ കത്തണ്ട വിളക്കുകളെ ഊതിക്കെടുത്തുന്ന കൂട്ടമല്ല, ഇന്ന് രാത്രിയിൽ ആളിക്കത്തിക്കുന്ന യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ഉപ്പല്ലി കൊണ്ട് കുത്തിയെടുക്കുന്ന കൂട്ടമല്ല, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധി ഒരു സൗരഭ്യ വാസനയാൽ, ഒരു പരമയോഗമായി തീരുന്നു. അങ്ങനെ ഒരു തലമുറയെ ദൈവം ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ആരാധിക്കാൻ തോന്നുന്നില്ല. കാരണം എന്റെ ചുറ്റും എനിക്ക് അങ്ങനെ ആരാധിക്കുന്നവരെ കാണാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. കാരണം എന്റെ ചുറ്റും പ്രാർത്ഥിക്കുന്നവരെ എനിക്കിന്ന് കാണാനില്ല. സുവിശേഷം പറയാൻ തോന്നുന്നില്ല. എന്റെ ചുറ്റും സുവിശേഷം പറയുന്നവരെ കാണുന്നില്ല. അതിന്റെ നടുവിൽ, ഇങ്ങനൊരു തലമുറയുടെ നടുവിൽ, ആലയത്തിന്റെ വിളക്കണച്ച് കിടന്നുറങ്ങുന്ന ഏലിമാരുടെ നടുവിൽ, മുപ്പല്ലി കൊണ്ട് യാഗവസ്തുവിനെ കുത്തിത്തിന്നുന്ന ഒരു തലമുറയുടെ നടുവിൽ, ദൈവഭയമില്ലാത്തൊരു കൂട്ടത്തിന്റെ നടുവിൽ, ദൈവഭയം നഷ്ടപ്പെട്ടൊരു തലമുറയുടെ നടുവിൽ, ആമീൻ, രാജ്യങ്ങളെയും രാജാക്കന്മാരെയും തൊടാൻ ചില സാമുവേലുമാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ദൈവാത്മാവ് ചലിക്കുന്നു. എനിക്ക് നന്നായി അറിയാം, ഈ കൂട്ടത്തിൽ പരിശുദ്ധാത്മ ചലിക്കുന്നു. കാഴ്ചക്കാർക്ക് വേണ്ടിയല്ല, സ്തുതിക്കുന്നവർക്ക് വേണ്ടി, ആരാധിക്കുന്നവർക്ക് വേണ്ടി. നിന്റെ ഭവനത്തിൽ നിന്ന് ചില കഴുകന്മാർ ചിറകടിച്ച് കയറാൻ പോവുകയാണ്. നിന്റെ വീട്ടിൽ നിന്ന് ചില പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരുടെ ഇടയിൽ വെളിപ്പാടുകൾ കാണുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഈ സമയത്ത് ജനത്തെ, ആ തലമുറയെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നവനാണ് സാമുവേൽ. മകളെ ഒന്നുകൂടെ പറയാം, പ്രസംഗിക്കേണ്ട, മാതൃകയാകേണ്ട, മുന്നിൽ നിൽക്കേണ്ട ആള് ആലയത്തിന്റെ വിളക്ക് ഊതിക്കെടുതി ഉറങ്ങുകയാണ്. പിന്നെ പുള്ളിയുടെ ജനറേഷൻ, പുള്ളിയുടെ തലമുറ മാതൃകയാവേണ്ടവരാണ്. അവര് ഒരു ദൈവഭയവും ഇല്ലാതെ മുപ്പല്ലി കൊണ്ടുവന്ന് മാംസം കുത്തിയെടുത്ത് യാഗപീഠത്തിൽ ദൈവത്തിന് അർപ്പിച്ച് തിരുന്ന് തിന്നുകയാണ്. അവരുടെ ഇടയിലാണ് ഈ സാമുവേൽ വളർന്നു വന്നത്. അവരുടെ മധ്യയിലാണ് ഈ മനുഷ്യൻ ദൈവകൃപയിൽ പൊങ്ങി വന്നത്. ഇന്ന് രാത്രിയിൽ നിനക്ക് ചുറ്റും എന്തെല്ലാം നടന്നാലും നിന്റെ അകത്ത് കത്തിയ അഭിഷേകത്തിന്റെ അഗ്നിയും, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയും, നിന്റെ അകത്ത് ദൈവം തന്ന ദൈവീക ദർശനവും, നിങ്ങളകത്ത് വ്യാപരിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവും കെട്ടുപോകരുത്, കെട്ടുപോകരുത്, കെട്ടുപോകരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിനായി ചിലതിനെ അഭിഷേകം ചെയ്യട്ടെ. ആ കാലഘട്ടത്തിൽ വലിയ കൂട്ടം ആളുകളെ, ഒന്ന് ശമൂവേലിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 3 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കും. ഇന്ന് വായിക്കാൻ നേരെയില്ല, കാരണം എന്റെ പ്രധാന ഭാഗം എബനേസർ എന്ന ഭാഗത്തിൽ എനിക്ക് വരണം. ആ വാക്ക്
നിങ്ങൾ വായിക്കുമ്പോൾ പാസ്റ്റർ ഒന്ന് വായിക്കാവോ? 7:3 മുതൽ 17 വരെ പെട്ടെന്ന്. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ. നിങ്ങൾ നോക്കിയേ, വലിയ ഒരു കൂട്ടം ജനം ദൈവഭയം ഇല്ലാതെ ദൈവത്തിൽ നകന്ന് പുരോഹിതന്റെ മക്കളും വിശ്വാസിയും കുടുംബങ്ങളും എല്ലാം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ തലതിരിഞ്ഞ് ജീവിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ, ഒരാള് ഇവരെ മുഴുവൻ ദൈവത്തിലേക്ക് തിരിക്കുകയാണ്. പിടികിട്ടുന്നോ? ഞാൻ വീണ്ടും പറയുന്നു, കൃപയുള്ള ഒരാള്, അഭിഷേകമുള്ള ഒരാള്, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, വിശ്വസിക്കുന്ന ഒരാള് ഈ കൂട്ടത്തിനകത്തിരിപ്പുണ്ടെങ്കിൽ നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. ശമൂവേൽ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരേത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരേത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. ഈ ദൈവത്തിലേക്ക് തിരിഞ്ഞവന് മാത്രമേ അനേകരെ ദൈവത്തിലേക്ക് തിരിക്കാൻ പറ്റൂ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ അനേകരെ പ്രാർത്ഥനയിൽ എൻകറേജ് ചെയ്യാൻ പറ്റൂ. ചില സഭകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പാസ്റ്റർമാര് ആരാധനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ വർഷിപ്പിന്, ഇവിടെ ഒത്തിരി വർഷിപ്പ് ചെയ്യുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. വർഷിപ്പിന് ഭയങ്കര പ്രാധാന്യത കൊടുക്കുന്ന പാസ്റ്റർമാരുള്ള ചർച്ചിൽ ഇൻസ്ട്രുമെന്റ് വായിക്കാനും പാടാനും കുറഞ്ഞതൊരു 2 ഗിറ്റാറിസ്റ്റെങ്കിലും കാണും, 2 കീബോർഡിസ്റ്റ് കാണും, പാടാൻ ഇഷ്ടം പോലെ പിള്ളേര് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന ആരാധനയ്ക്ക് യാതൊരു പ്രാധാന്യതയും കൊടുക്കാതെ വാച്ചെ നോക്കി 10:15 ഡെസ്കേൽ അടിച്ച് കാണിക്കുന്ന അച്ചാനാണെങ്കിൽ അച്ചാനും അമ്മാമ്മയും കൂടെ ഒരു പുസ്തകം തുറന്നു വെച്ച് മുമ്പിൽ ഇരുന്ന് പാടുന്നല്ലാതെ ഒരു കുഞ്ഞും അവിടെ ആരാധനയ്ക്ക് കാണുകയില്ല. പിടികിട്ടിയോ? കുതിരയുടെ കുതിപ്പ് കുതിര പുറത്തിരിക്കുന്നവന്റെ കുതിപ്പാണ്. മനസ്സിലായില്ല? സ്തോത്രം. ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആളെ ഇങ്ങനെ പെതുക്കെ അനങ്ങാതിരുന്ന കുതിര ഇങ്ങനെ പോകും. കുതിരപ്പുറത്തിരിക്കുന്നവൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇടിച്ചു നിന്നാൽ കുതിര ഇങ്ങനെ തെറിച്ചു നിൽക്കും. യോഗം നടത്തുന്നവൻ ഫ്രൂട്ട് സലാഡ് പോലെ ഇരുന്ന വിശ്വാസികൾ ഐസ്ക്രീം പോലെ ഇരിക്കും. വല്ലതും പിടി കിട്ടിയോ? പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ആരാധന ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ വർഷം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് കൊതിക്കുന്നവരുണ്ട്. ഞാനിത് വെറുതെ പറയുന്നല്ല, ഇതൊരു ദൂതാണ്. കർത്താവേ, നീ എനിക്ക് വേണ്ടി തുറന്ന ഒരു പുതിയ വർഷം, നീ എനിക്ക് തന്ന ഈ സമയം, നീ എനിക്ക് തന്ന ആരോഗ്യം, നീ എനിക്ക് തന്ന ലൈഫ് ഇനി നഷ്ടപ്പെടുത്താനുള്ളതല്ല, എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ളതാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ എല്ലാം മേളിൽ ഒരു പുതിയ അഭിഷേകത്തെ ഇന്ന് രാത്രിയിൽ, അതിശക്തമേറിയ ഒരു ദൈവകൃപയെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ പകരട്ടെ. മക്കളെ, ഞാൻ വീണ്ടും പറയാം, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങൾക്ക് കാണാനില്ലെങ്കിലും നിങ്ങൾ കർത്താവിൽ ബലപ്പെടണം. ശത്രു സിക്ലാഗ് കത്തിച്ച് നശിപ്പിക്കുമ്പോൾ, ഫെലിസ്ത്യന്മാർ അതിനെ ഒടുക്കി ചാമ്പൽ കൂമ്പാരമാക്കിയിട്ടിരിക്കുമ്പോൾ, ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിൽ ഇരുന്ന് ദാവീദ് രാജാവ് ഏഫോദ് അന്വേഷിച്ചുകൊണ്ട്, ഏഫോദ് ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, ഞാൻ ഈ പരീക്ഷയെ പിടിക്കണമോ എന്ന് ദാവീദ് ചോദിക്കുമ്പോൾ തൊട്ട് താഴെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ശക്തിപ്പെട്ടു. ഡേവിഡ് strengthened himself in Lord Yahweh. ദാവീദ്
ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ശക്തിപ്പെട്ടു. സാഹചര്യങ്ങൾ എതിരായിരിക്കുമ്പോഴും, ആരും കൂടെ കൈകൊട്ടാൻ ഇല്ലെങ്കിലും, ആരും പാടാൻ കൂടില്ലെങ്കിലും, ആരും കൂടെ എൻകറേജ് ചെയ്യാനില്ലെങ്കിലും, ഇന്ന് രാത്രി തന്നെ താൻ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ബലപ്പെടുന്ന, ദൈവസന്നിധിയിൽ ആത്മാവിൽ നിറയുന്ന, ദൈവസന്നിധിയിൽ കൃപയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കൂട്ടമായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കിയേ, ദൈവത്തിൽ നിന്നകന്ന ഒരു തലമുറയെ ഈ മനുഷ്യൻ സാഹചര്യങ്ങളെതിരായി ദൈവത്തിലേക്ക് തിരിച്ചു. ജനത്തെ മിസ്പയിൽ വിളിച്ചുകൂട്ടി, അവർക്ക് വേണ്ടി ഉപവസിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദാൻ മുതൽ ബർഷേബ വരെ കർത്താവിന്റെ വിശ്വസ്ത പ്രവാചകനായി നിന്നു. നിങ്ങൾക്ക് ഞാൻ ഒരു വാക്യം, ദിവസന്മാരെ ഞാനൊരു വാക്യം വായിച്ചപ്പോ അതിനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഈ ദൈവം തമ്പുരാൻ 2 പേരുടെ റിക്വസ്റ്റ്, ബൈബിളിൽ 2 പേരുടെ റിക്വസ്റ്റ് ഒരിക്കലും റിജക്ട് ചെയ്യത്തില്ല. ഒന്നുകൂടെ പറയാം, 2 പേര്, വേദപുസ്തകത്തിലെ 2 പേർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയെ ദൈവം ഒരിക്കലും നിഗ്ലക്ട് ചെയ്തില്ല. അവരെന്ത് ചോദിച്ചാലും ദൈവം ചെയ്യും. ആ 2 വ്യക്തികളിൽ ഒരാളാണ് സാമുവേൽ, ഒരാളാണ് മോശ. ഒരിക്കൽ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നുണ്ട്, ഇനി സാമുവേലും മോശയും കൂടെ വന്ന് പറഞ്ഞാലും ഞാൻ ഈ ഫയൽ എടുക്കുകയില്ലെന്ന്. മനസ്സിലായില്ലല്ലേ? ആ ഉപവാസം ഒന്ന് വായിച്ചോ. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 1-ാം വാക്യം. യിരെമ്യാ 15-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചോ. യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല. സാധാരണ നിലയിൽ മോശയും സാമുവേലും ഒരു വിഷയത്തിൽ കയറി ഇടപെട്ടാൽ ദൈവത്തിന്റെ മനസ്സ് മാറും. ഇനി മനസ്സ് മാറിയത് വായിപ്പിക്കണോ? സമയമില്ല. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്, ഇതെല്ലാം വായിപ്പിക്കേണ്ടി വരുന്നേ. പ്രൈസ് ദി ലോർഡ്. മോശയും സാമുവേലും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ ദൈവം മനസ്സ് മാറ്റും, ദൈവം തീരുമാനത്തെ മാറ്റുമെന്ന്. ഓ ജീസസ്, ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം. എന്താ? ഞാൻ വീണ്ടും അമ്മമാരോട്, പ്രാർത്ഥിക്കുന്നവരോട് പറയുന്നു, സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്. പ്രാർത്ഥനയുടെ മറുപടി ഒരിക്കലും ചെറുതായി പോകത്തില്ല. മക്കളെ, ഹന്ന ഒരു കാരണവശാലും പ്രതീക്ഷിച്ചതല്ല ശരിക്കും സാമുവേൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാ ദൈവം നമുക്ക് വേണ്ടി സഞ്ചരിക്കുന്നത്. ഞാൻ ഇങ്ങനൊരു ദൈവിക ആലോചന വിശ്വസിക്കുന്ന മക്കളുമാരോട്, എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് പറയാം, ഈ വർഷത്തിൽ ദൈവം, സർവശക്തനായ ദൈവം പല പ്രതികൂലങ്ങളുടെയും മധ്യയിൽ നിങ്ങൾ ചിന്തിക്കാത്ത അത്ഭുതങ്ങളെ ചെയ്യട്ടെ. പക്ഷെ ഞാനത് പറഞ്ഞത് വെറുതെ അല്ല, എൻ്റെ ഉള്ളിൽ ദൈവം അങ്ങനെ പ്രേരിപ്പിച്ചോണ്ട. 38 വർഷം ബെഥേസ്ത കുളക്കരയിൽ കിടന്ന രോഗിയോട് യേശു ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഉടനെ അവൻ യേശുവിനോട്, യജമാനനെ, എന്നെ ഈ വെള്ളത്തിലോട്ട്, ഈ കുളത്തിലോട്ട് ഇറക്കിത്തരാൻ എനിക്ക് ആരെയില്ല. അപ്പൊ ഇവന്റെ മൈൻഡിൽ, ഇവന്റെ മനസ്സിൽ ഇവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്നാണെന്നറിയോ? വെള്ളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ, വെള്ളത്തിലിറങ്ങാതെ സൗഖ്യമാകത്തില്ല. നമുക്കങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലൊക്കെ നടക്കാവൂ, അതുപോലൊക്കെ സംഭവിക്കാവൂ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് അവനോട് ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോഴാണ് അവൻ പറയുന്നത് വെള്ളത്തിലിറങ്ങണമെന്ന്. എന്നാൽ കർത്താവ് ഒരു കാര്യം പ്രൂവ് ചെയ്തില്ലേ, ഒരു തുള്ളി വെള്ളം നനയാതെ സൗഖ്യമാവുമെന്ന്. വെള്ളത്തിലിറങ്ങണ്ട മോനെ, കരയിൽ സൗഖ്യം നടക്കുമെന്ന് യേശു തെളിയിച്ചോ? കരയിൽ വെള്ളത്തിലാണോ സൗഖ്യം നടന്ന? കരയിലാണോ? കരയിൽ സൗഖ്യം നടന്നോ? അപ്പൊ ഞാൻ ചിന്തിക്കാത്ത, ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സഞ്ചരിക്കും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്നെ ഈ ജെറുസലേമിന്റെ മതില് പണിയാൻ ദൈവം ഉപയോഗിച്ചത് ആരെയാ? ഉറക്കെ പറ.
അതുകൊണ്ട് പ്രായമുള്ള അമ്മച്ചിമാർ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ വാ തുറന്ന് പറയുന്നു, നെഹമ്യ. ചെറുപ്പക്കാരും മിണ്ടാതിരിക്കുന്നു. വാ തുറന്ന് പറഞ്ഞ്, യെരൂശലേമിന്റെ മതിൽ പണിയാൻ ദൈവം ഉപയോഗിച്ച ആരെയാ? ഉറക്കെ പറ, നെഹമ്യ. ഈ നെഹമ്യ എവിടാ ജനിച്ചേ? നെഹമ്യ എവിടാ വളർന്നേ? നെഹമ്യയുടെ സിറ്റിസൺഷിപ്പ് എവിടാ? നിങ്ങൾക്കൊരു സത്യം അറിയാവോ? യെരൂശലേമിന്റെ മതിൽ പണിയാൻ ദൈവം ഉപയോഗിച്ച നെഹമ്യ ജനിച്ചതും വളർന്നതും ജെറുസലേമിലല്ല. നെഹമ്യായുടെ അപ്പനപ്പന്മാർ പ്രവാസ കാലഘട്ടത്തിൽ അവർ കടന്നുപോയ സമയത്ത് വിവിധ പേർഷ്യൻ രാജ്യങ്ങളിൽ അവർ പാർത്തു. അങ്ങനെ നെഹമ്യ ഒരു പേർഷ്യൻ രാജ്യത്തിൽ, ഇറാഖ്, ഇറാൻ പോലുള്ള ഒരു പേർഷ്യൻ രാജ്യത്തിൽ അവിടുത്തെ രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്നു. മനസ്സിലാവുന്നോ? അപ്പൊ നെഹമ്യ ജനിച്ചതും വളർന്നതും എവിടെ? ഇപ്പൊ ഇന്ന് യോഗം കഴിയുമ്പോ പ്രായമുള്ളവർക്ക് അത്ര യൂസ്ഡ് അല്ല, പിള്ളേരോട് ചോദിച്ചാൽ മതി, ഗൂഗിളിനോടോ ചാറ്റ് GPT-യോടോ ഒക്കെ ഒന്ന് ചോദിച്ചാൽ മതി, നെഹമ്യ എവിടെയാ ജനിച്ചു വളർന്നതെന്ന്. ഉടനെ മറുപടി കിട്ടും, പേർഷ്യ. നെഹമ്യ ജനിച്ചതും വളർന്നതും ഇസ്രായേലിലല്ല. നെഹമ്യ ജനിച്ചതും വളർന്നതും എല്ലാം പേർഷ്യയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നെഹമ്യയുടെ അപ്പന്മാർ പ്രവാസ കാലഘട്ടത്തിൽ പേർഷ്യക്ക് പോയതാണ്. അതുകൊണ്ടാണ് ഒരു പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായി താൻ ജോലി ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹൂദ്യ നാട്ടിൽ നിന്ന് ചില സഹോദരന്മാർ ഈ നെഹമ്യയുടെ കൊട്ടാരത്തിൽ ചെല്ലുന്നത്. അവരോടാണ് നെഹമ്യ ഇസ്രായേലിൽ ജെറുസലേമിലെ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. അവരാണ് നെഹമ്യയോട് പറയുന്നത്, ദേശം അപമാനത്തിലും കഷ്ടത്തിലുമായിരിക്കുന്നു, ജെറുസലേമിന്റെ വാതിലുകൾ പൊളിഞ്ഞും അതിന്റെ ജനലുകൾ തീ വെച്ച് കത്തിച്ചും കളഞ്ഞിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ദുഃഖിച്ചു, കരഞ്ഞു, ഉപവസിച്ചു. പെട്ടെന്ന് പറയാം, ഒരൊറ്റ യഹൂദന്മാരും ചിന്തിച്ചതല്ല ഈ മതില് പണിയാൻ, ഈ വാതില് പണിയാൻ പേർഷ്യന്നൊരുത്തം വരുമെന്ന്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒറ്റ യഹൂദന്മാരും ചിന്തിച്ചതല്ല ഈ മതില് പണിയാൻ, ഈ വാതില് പണിയാൻ പേർഷ്യൻ രാജ്യത്തിൽ നിന്ന് ഒരുത്തൻ വരുമെന്ന്. അവരെല്ലാം ഒന്നെങ്കിൽ ഈ പട്ടണം തകരും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും എഴുന്നേക്കും. പക്ഷെ ഇവരാരും ചിന്തിച്ച റൂട്ടിലല്ല ദൈവം സഞ്ചരിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇതൊരു പ്രവചന ദൂതായി സ്വീകരിച്ചോ. നീ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിന്നെ കരുതാൻ എന്റെ ദൈവത്തിന് കഴിയും. അത് അനുഭവിച്ചവർക്ക് ആ കൈകൾ അടിച്ച് ദൈവത്തിന് രാത്രി നന്ദി പറയാം. ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ എന്റെ ദൈവത്തിന് എന്നെ പുലർത്താൻ, കരുതാൻ, സഹായിക്കാൻ കഴിയും. എന്നെ അത്ഭുതപ്പെടുത്തിയത്, കൊട്ടാരത്തിലെ പാനപാത്രവാഹകൻ രാജാവ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രാജാവിന്റെ ഭക്ഷണം രുചിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞ് രാജാവിന്റെ വിശ്വസ്ത പുരുഷൻ ഉപവസിച്ചത്രേ. ഇഷ്ടംപോലെ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കൊട്ടാരം. ആ ഫുഡ് കിട്ടുന്ന കൊട്ടാരത്തിൽ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്നത്രേ. പ്രാർത്ഥിക്കേണ്ടാത്ത യാതൊരു സാഹചര്യവും ഉള്ളവൻ പ്രാർത്ഥിച്ചത്രേ. ഓ ഹല്ലേലൂയ. നെഹമ്യയെ സംബന്ധിച്ച് കരയേണ്ട കാര്യമില്ല, നെഹമ്യയെ സംബന്ധിച്ച് ഉപവസിക്കേണ്ട കാര്യമില്ല, നെഹമ്യയെ സംബന്ധിച്ച് ജെറുസലേം പട്ടണത്തെ കുറിച്ച് വിലപിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്തോ എവിടെയോ ഒരാത്മഭാരം അവന്റെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ചിലതിന്റെ ഉള്ളത്തോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, ചിലതിന്റെ ഹൃദയത്തോട് ഇടപെടുന്ന ഒരു തമ്പുരാനുണ്ട്. ഒരാത്മഭാരം അവന്റെ ഉള്ളിൽ ദൈവം കൊടുക്കുകയാണ്. ഓ ജീസസ്. ആ പുസ്തകത്തിൽ വായിക്കാൻ നേരെയില്ലാത്തതുകൊണ്ട് ഇപ്പൊ എടുത്ത് ഒത്തിരി വായിക്കേണ്ടി വരും. ആ പുസ്തകത്തിനകത്ത് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണോ 10-ാം വാക്യത്തിൽ എനിക്കറിയത്തില്ല, രാജാവ് നെഹമ്യാവിനോട് ചോദിക്കുന്നുണ്ട്. നെഹമ്യ 2-ൽ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? കിട്ടിയ പാസ്റ്ററെ, നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്?
ബാക്കി ഒന്ന് റെഫറൻസ് പറഞ്ഞു പാസ്. 2:2. 2:2 തെറ്റിയില്ല. 2:2 വായിച്ചോ. രാജാവിനോട് നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്ത്? ഒരു മിനിറ്റ് പാസ് വായിക്കണം. രാജാവിനോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ല ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ രാജാവ് നെഹമ്യായോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യേണ്ടിയെന്ന്. അതൊന്ന് വായിച്ചേ. രാജാവിനോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. അടുത്ത വാക്യം. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒന്നുകൂടെ വായിക്കണം അത്. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. മേലത്തെ വാക്യം ഒന്നുകൂടെ വായിക്കണം. രാജാവിനോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. റിജോ പാസ്റ്ററെ, രാജാവ് നെഹമ്യാവിനോട് ചോദിക്കുകയാണ്. ആരാ ചോദിച്ചത്? പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. രാജാവ് നെഹമ്യാവിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് സഹായം വേണ്ടേ? ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു, നിന്റെ മുഖത്തൊരു വാട്ടം, നിന്റെ മുഖത്തൊരു സന്തോഷമില്ല. സെക്രട്ടറി ആക്കാഞ്ഞല്ല, ആരും മിണ്ടുന്നില്ലല്ലോ. ആത്മഭാരം, ഒരു ദേശത്തെ കുറിച്ചുള്ള ആത്മഭാരം. നിങ്ങളുടെ മുഖം വാടേണ്ടത് നിനക്ക് കസേര തരാഞ്ഞിട്ടല്ല, നിന്റെ മുഖം വാടേണ്ടത് നിനക്ക് സ്ഥാനമാനങ്ങൾ തരാഞ്ഞിട്ടല്ല. നിന്റെ മുഖം ദുഃഖിക്കേണ്ടത്, നിന്റെ ഉള്ളം കലങ്ങേണ്ടത് ദേശത്തെ കുറിച്ചുള്ള ആത്മഭാരത്തിലായിരിക്കണം. ആത്മഭാരം. രാജാവ് ചോദിക്കുകയാണ്. ചോദിച്ചത് രാജാവാണ് പാസ്റ്ററെ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എന്റെ ചോദ്യം, എന്നെ നോക്കിയേ മക്കള്, സഹോദരങ്ങൾ എല്ലാവരും നോക്കിയേ. രാജാവല്ലേ ചോദിച്ചേ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇതിന്റെ മറുപടി ആരോടാ പറയണ്ടേ? ഇതിന്റെ മറുപടി രാജാവിനോടാ പറയേണ്ടത്. രാജാവേ, ഇന്നതാണ് പ്രശ്നം, നീ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു തരണം. പക്ഷേ രാജാവ് നെഹമ്യാവിനോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചപ്പോൾ അടുത്ത വാക്യം, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ. വല്ല കണക്ഷനും പിടികിട്ടുന്നുണ്ടോ? രാജാവിനോടല്ല എനിക്ക് പറയാനുള്ളത്, രാജാവിനോടാണ്. ഇന്ന് രാത്രിയിൽ ഭൂമിയിലെ മനുഷ്യരോടല്ല എനിക്ക് പറയാനുള്ളത്, എന്റെ ദൈവത്തോടാണ്. ഇന്ന് രാത്രിയിൽ എന്റെ അപേക്ഷകൾ, എന്റെ പ്രാർത്ഥനകൾ എനിക്ക് അറിയിക്കാനുള്ളത് വ്യക്തികളോടല്ല, എന്റെ ദൈവത്തോടാണ്. ഉറപ്പും അനുഭവം ഉള്ളവർ ഇന്ന് രാത്രിയിൽ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചതെന്തെന്നാൽ. മക്കളെ, ഈ വർഷം ഒരു തീരുമാനം എടുത്തോണം. മനുഷ്യൻ എനിക്ക് തരുന്ന പുകഴ്ചയോ മനുഷ്യൻ എനിക്ക് തരുന്ന ഇകഴ്ചയോ അല്ല എന്റെ വിഷയം. മനുഷ്യൻ എനിക്ക് തരുന്ന പരിഹാസമോ മനുഷ്യൻ എനിക്ക് തരുന്ന പ്രോത്സാഹനമോ അല്ല വിഷയം. ഇന്ന് രാത്രി എന്റെ വിഷയം എനിക്ക് എന്റെ ദൈവത്തോടുള്ള ബന്ധമാണ്. ഇന്ന് രാത്രി ആ ബന്ധമുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടോ? ആ ബന്ധമുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടോ? നിന്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്, പൊളിക്കാനല്ല പണിയാൻ. നിന്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്, പൊളിക്കാനല്ല പണിയാൻ. നിന്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്, പൊളിക്കാനല്ല. ശത്രു പൊളിച്ചതിനെ ഇന്ന് രാത്രിയിൽ പണിതുയർത്തോ. എന്റെ മുമ്പിലുള്ള ദൈവദാസന്മാർ തന്ന സമയം അവസാനിക്കാൻ 5 മിനിറ്റും കൂടെ ഉള്ളൂ. അതിനുള്ളിൽ ഞാൻ ആ വാക്യത്തിലേക്ക് വരികയാണ്. പാസ്റ്ററെ, എനിക്ക് ആ എബനേസർ എന്നുള്ള വാക്ക് ഒന്നുകൂടി ഇവിടെ പറയണം, പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. 1 ശമൂവേൽ 7-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്തീർ ഒതുങ്ങി. ഒരു കല്ലെടുത്ത് ആ കല്ലിനൊരു പേരിട്ട് ഷേനിനും മിസ്പയ്ക്കും ഇടയിൽ കൊണ്ടുവച്ചപ്പോ ഒരു വലിയ ജനത ഒതുങ്ങിയെന്ന്. പേരിട്ടു, പറഞ്ഞ പേരിട്ടു. നിങ്ങൾ എന്താണോ പ്രഖ്യാപിക്കുന്നത് അതാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, നിന്റെ ശത്രു അനുഭവിക്കുന്നത്.
ഹല്ലേലൂയ, സ്തോത്രം. ചേർന്ന് ആമേൻ പറഞ്ഞേ. ഈ മിസ്പയും ഷേനും തമ്മിൽ 6 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തോട് ചോദിച്ചു. മിസ്പയ്ക്കും ഷേനും ഇടയിൽ 6.5 കിലോമീറ്റർ ആണ് ഡിഫറൻസ്. ഈ 6.5 കിലോമീറ്ററിന്റെ മധ്യയിലാണ്, അപ്പോൾ ഒരു 3 കിലോമീറ്റർ സെൻട്രലാണ് ഈ യാഗപീഠം, ഈ ഓൾട്ടർ സാമുവേൽ കൊണ്ടുവയ്ക്കുന്നത്. ഈ ഓൾട്ടർ എപ്പോൾ അവിടെ വന്നോ ആ സമയം മുതൽ ആ യാഗപീഠം, ആ ഓൾട്ടർ, കല്ലെന്നൊക്കെ പറയുമ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഏതാണ്ട് ഒരു വാറക്കല്ല് കൊണ്ട് വെക്കുകയല്ല. ആ ഓൾട്ടർ എപ്പോൾ അവിടെ വന്നോ അപ്പോൾ മുതൽ ശത്രുവിന്റെ പോക്കുവരവുകൾ അവസാനിച്ചു. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ഷേൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പല്ലെന്നാണ്. പല്ല്, പറഞ്ഞേ പല്ല്. ഹല്ലേലൂയ. അത് ഭയങ്കരമായ യുദ്ധത്തിന്റെ സ്ഥലമാണ്. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ ഇതുപോലൊരാള് ജീവിത പരാജയത്തിന്റെ നടുവിൽ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടൊരു കല്ലെടുത്ത് നാട്ടി. ആ കല്ലെടുത്ത് നാട്ടിയിട്ട് ഈ സ്ഥലം ബഥേൽ എന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ ചരിത്രം അവിടെ തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ പേരാണ് യാക്കോബ്. ഹല്ലേലൂയ. ഇതൊരു ഓൾട്ടറാണ്. യാക്കോബും പണിതത് ഒരു യാഗപീഠമാണ്. ഓൾട്ടർ, പറഞ്ഞ ഓൾട്ടർ. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ഇനി അതെന്തോന്ന് ഞാൻ പറയാൻ പോവാ. സാമുവേലും പണിതത് ഒരു ഓൾട്ടറാണ്. കർമ്മേലിന്റെ മുകളിൽ ഏലിയാവ് പണിതതും ഒരു ഓൾട്ടറാണ്. ഓൾട്ടർ കോൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ ആളുകൾ വെളിയിലോട്ട് പോവോ സ്റ്റേജിന്റെ അടുത്തോട്ട് വരുവോ? സ്റ്റേജിന്റെ അടുത്തോട്ട് വരും. ഇപ്പോ ഇവിടെ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഓൾട്ടർ. ഈ ഗ്രൗണ്ടിൽ ഇങ്ങനൊരു ഓൾട്ടർ പൊങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്കറിയോ ഇവിടുത്തെ പൈശാചിക ശക്തികൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മീയരോട് പറയാം, അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഹല്ലേലൂയ. ഒരു പട്ടണത്തിൽ, ഒരു ദേശത്തിൽ ഒരാലയം പണി കഴിപ്പിക്കാൻ കല്ലിട്ടാൽ ആ കല്ലിട്ട ദൈവദാസനോട്, ഉപദേശിയോട് ചോദിച്ചാൽ മതി, ആ പള്ളി പണിയാൻ തുടങ്ങിയപ്പോ, ചർച്ച് പണിയാൻ തുടങ്ങിയപ്പോ എന്തെങ്കിലും യുദ്ധം ഉണ്ടായിരുന്നോന്ന്. അനുഭവം ആരായിരുന്നു ഇവിടെ പറഞ്ഞ? അനുഭവമുള്ളോ? അനുഭവ സാക്ഷ്യം പറയണോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ ചർച്ചിന് ഇട്ടപ്പോൾ, ചർച്ച് പണി തുടങ്ങിയപ്പോൾ, സാറേ എന്തെങ്കിലും പൈശാചിക ആക്രമണം ഉണ്ടായോ, യുദ്ധം ഉണ്ടായോ, ഇതുവരെ ഇല്ലാത്ത പോരാട്ടം ഉണ്ടായോ എന്ന് അത് ചെയ്ത ആളിനോട് ചോദിക്കണം. ഒരു ദൈവീകമായ ഓൾട്ടർ ഒരിടത്ത് ഉയർന്നാൽ നിങ്ങളുടെ ആരാധന ഒരു യാഗപീഠമാണ്. നിങ്ങളുടെ സ്തുതി ഒരു യാഗമാണ്. ഓ ഹല്ലേലൂയ. ഇത് അവനെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുന്നവൻ അവനെ മഹത്വപ്പെടുത്തുന്നു എന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ സ്തുതിയുടെ ഓൾട്ടർ ഇവിടെ പൊങ്ങിയാൽ ഫെലിസ്ത്യൻ ഒതുങ്ങിയിരിക്കും. ആരാധനയുടെ ഓൾട്ടർ, ഓ കമോൺ, ആരാധനയുടെ ഓൾട്ടർ ഇവിടെ ഉയർന്നാൽ, ആമേൻ, പ്രാർത്ഥനയുടെ ഓൾട്ടർ ഇവിടെ ഉയർന്നാൽ, ആമേൻ, സ്തുതിയുടെ യാഗപീഠം ഇവിടെ ഉയർന്നാൽ, ഈ ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ ഇന്ന് രാത്രിയിൽ ഒതുങ്ങിയിരിക്കും. നിനക്ക് വിരോധമായി പ്രത്യക്ഷമായും പരോക്ഷമായും വ്യാപരിക്കുന്ന സകല ശക്തികളും ഇന്ന് രാത്രിയിൽ യേശുവിൻ നാമത്തിൽ കീഴടങ്ങും. Thank you, Lord Jesus. സാമുവേൽ, സമയപരിമിതി കൊണ്ട് അവസാനിപ്പിക്കുന്നു. സാമുവേൽ ഷേനിനും മിസ്പയ്ക്കും ഇടയിൽ ഒരു ഓൾട്ടർ ഉണ്ടാക്കി അതിന് എബനേസർ എന്ന് പേരിട്ടപ്പോൾ ഫെലിസ്ത്യൻ ഒതുങ്ങി, ജനം സ്വതന്ത്രരായെങ്കിൽ ഈ ലോകത്തിന്റെ ഒത്ത നടുക്ക് അങ്ങ് കാൽവറിയുടെ മലമുകളിൽ ഒരു യാഗപീഠം ഉയർന്നു. ആ യാഗപീഠത്തിന്റെ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ
എന്റെ കർത്താവ് ക്രൂശിതനായി. ആ പരമയാഗത്തിന്റെ മുമ്പിൽ സകല പൈശാചിക ശക്തികളും സകല വാഴ്ചകളും സകല അധികാരങ്ങളും ആയുധവർഗം വെച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവൻ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലുകളും മടങ്ങുന്ന സകല നാമത്തിനും മേലായ നാമമുള്ള അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള മാറത്ത് പൊൻകച്ച കെട്ടിയ വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ള പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്ന 7 നക്ഷത്രങ്ങളെ വലം കൈയിൽ പിടിച്ച് രാജമുടികൾ അണിഞ്ഞ് ആമേൻ പൊന്നില വിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഉയർത്തുന്ന, മരണത്തെ പാതാളത്തെ ജയിച്ച, കല്ലറകളെ അതിജീവിച്ച, എനിക്ക് വേണ്ടി പരമയാഗമായ പരിശുദ്ധനായ എന്റെ ദൈവം. ആ യാഗത്തെ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഉയർത്തുമ്പോൾ സകല പൈശാചിക ശക്തികൾ ഒതുങ്ങിയിരിക്കും. ഈ ദേശത്തിന്റെ നടുവിൽ വ്യാപരിക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കുന്ന, നിന്റെ നന്മകളെ കവരുന്ന സകല ഫെലിസ്ത്യ ശക്തികളും ഇന്ന് രാത്രി ഒതുങ്ങുന്ന, വിട്ടുപോകുന്ന ഒരു രാത്രിയാണെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് ചാടി എഴുന്നേറ്റ് ഒന്ന് കരമടിച്ച് ദൈവത്തിനെ സ്തുതിക്കാൻ തുടങ്ങിയേ. ഒന്ന് എഴുന്നേറ്റ് നിന്ന കരങ്ങളെ തട്ടി അധരങ്ങളെ തുറന്ന് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയേ. Oh Jesus. ഒരു ജയത്തിന്റെ കൊടി ഇന്ന് രാത്രി ഇവിടെ ഉയരട്ടെ. ദൈവമക്കളെ, എബനേസർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? സഹായത്തിന്റെ പാറ. സഹായത്തിന്റെ പാറ. യഥാർത്ഥത്തിൽ സാമുവേൽ മിസ്പയ്ക്കും ശേനിനും മധ്യയിൽ വെച്ച ആ പാറ ക്രിസ്തുവിന് നിഴലായിരുന്നു. എന്നെ സഹായിക്കുന്ന പാറ, എന്റെ സഹായത്തിന്റെ പാറ എന്റെ യേശുവാണ്. ഓ ഹല്ലേലൂയ. ആ സഹായത്തിന്റെ പാറയാകുന്ന ക്രിസ്തു, എബനേസറാകുന്ന യേശു എന്റെ കുടുംബ ജീവിതത്തിന്റെ നടുവിൽ വന്നാൽ എന്റെ കുടുംബ ജീവിതത്തെ ആക്രമിക്കുന്ന സകല ശക്തികളും ഇന്ന് രാത്രിയിൽ ഒതുങ്ങുകയാണ്. ആ എബനേസറാകുന്ന പാറയാകുന്ന ക്രിസ്തു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യയിൽ ഞാനുണ്ട്. അതിന്റെ മധ്യയിൽ ഞാനുണ്ട്. ഓ ശബ്ദം ഉയർത്തി ഇന്ന് രാത്രി കർത്താവ് നന്ദി പറഞ്ഞേ. പറഞ്ഞ യേശു എന്റെ എബനേസർ. കല്ലിയൂരുകാർ ശബ്ദമുയർത്തി പറഞ്ഞ യേശു എന്റെ എബനേസർ. വായ്ത്തുറന്ന് പറഞ്ഞ യേശു എന്റെ എബനേസർ. അവൻ എന്റെ സഹായത്തിന്റെ പാറ, അവൻ എന്റെ സഹായത്തിന്റെ പാറ, അവൻ എന്റെ സംരക്ഷണത്തിന്റെ പാറ, അവൻ എന്റെ വിടുതലിന്റെ പാറ, അവൻ എന്റെ രക്ഷയുടെ പാറ, അവൻ എന്റെ വീണ്ടെടുപ്പിന്റെ പാറ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. എന്റെ എബനേസർ, എന്റെ സഹായത്തിന്റെ പാറ എന്റെ ക്രിസ്തുവാണ്. എന്റെ കുടുംബ ജീവിതത്തിന്റെ മധ്യയിൽ എബനേസറാകുന്ന ക്രിസ്തു വരട്ടെ. ശേനിനും മിസ്പയ്ക്കും മധ്യയിൽ എബനേസർ എന്ന പേരിൽ ആ കല്ല് നാട്ടിയതുപോലെ എന്റെ കുടുംബ ജീവിതത്തിന്റെ നടുവിൽ എന്റെ സഹായത്തിന്റെ പാറയായ ക്രിസ്തു വരട്ടെ. എന്റെ സഭയുടെ നടുവിൽ സഹായത്തിന്റെ പാറയായ ക്രിസ്തു വരട്ടെ. എന്റെ ബന്ധങ്ങളുടെ നടുവിൽ സഹായത്തിന്റെ പാറയായ ക്രിസ്തു വരട്ടെ. 2026 ദൈവം നിന്റെ സഹായമായി തീരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രം ഒരു ആമേൻ പറയാം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ ആത്മാവിൽ എനിക്ക് വലിയ പ്രേരണ ലഭിക്കുകയാണ്. വലിയ വിടുതൽ ഈ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുകയാണ്. ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. ഓടി മുൻപിലേക്ക് വന്നേ. നാം നിൽക്കുന്ന സ്ഥലങ്ങളെ വിട്ട് quickly come everyone, എല്ലാവരും ഓടി മുൻപിലേക്ക് വന്നേ. ആ നിൽക്കുന്ന സ്ഥലങ്ങളെ വിട്ട് എല്ലാവരും ഒരാൾ പോലും ഇല്ലാതെ, മക്കളെ, അമ്മച്ചിമാരെ, അമ്മമാരെ, സഹോദരിമാരെ, പ്രാർത്ഥിക്കുന്ന എല്ലാവരും മുമ്പിൽ വന്നേ. പ്രാർത്ഥിക്കുന്നവരെല്ലാം നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ
പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും ഞാൻ വിളിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവർ മുന്നിലേക്ക് വന്നേ. ദേവദാസന്മാർ കംപ്ലീറ്റ്ലി. ഒരു നിമിഷം ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകില്ല. ഫ്രണ്ടി വന്ന് നിന്നുകൊണ്ട് നന്മയുണ്ടാവുള്ളൂ, നന്മയുണ്ടാവുള്ളൂ. നിൽക്കുന്ന സ്ഥലങ്ങളെ വിട്ട് ഈ വന്നു നിന്നവർ സഹോദരിമാർ തമ്മിലും സഹോദരന്മാർ തമ്മിലും ഒന്ന് കൈകോർത്തേ, ഒന്ന് കൈകോർത്തേ. ഞാൻ വീണ്ടും ആത്മഭാരമുള്ളവരെ മുന്നിലേക്ക് വിളിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നവരെ മുന്നിലേക്ക് വിളിക്കുകയാണ്. വോളണ്ടിയേഴ്സ്, കസേരകളൊക്കെ ഒന്ന് അടുക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ഒന്ന് അടുക്കി മാറ്റി. ഒരു വലിയ പ്രാർത്ഥന ഇന്ന് രാത്രി ഇവിടെ വരാൻ പോകുക. ആ ഭാഗത്തുള്ളവർ പ്ലീസ് കം ഫോർവേഡ്. ഇത്രയും ആളുകൾക്ക് മുൻപിൽ വരാമെങ്കിൽ നിങ്ങൾ അവരെക്കാൾ ശ്രേഷ്ഠരാണോ? മുമ്പിൽ വന്നവരാ കൈ കോർത്തവരാ കോർത്ത കരമൊന്ന് ഉയർത്തി പിടിച്ചേ. ഇത് കലിയൂർ കൺവെൻഷന്റെ ഒരു ചിത്രമായിരിക്കട്ടെ, ഇത് ഇവിടുത്തെ ഒരു ചിത്രമായിരിക്കട്ടെ. പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന ഒരു കൂട്ടം, പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന ഒരു തലമുറ, ആത്മഭാരമുള്ള ഒരു തലമുറ. ഓ ജീസസ്, ഓ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ ജീസസ്, ജീസസ്. നിന്റെ ജനറേഷനെ ദൈവത്തിന്റെ രാജ്യത്തിൽ അപ്പുറകിൽ നിൽക്കുന്നവർക്ക് മുന്നിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ചു, നിൽക്കുന്ന സ്ഥലത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ യേശു നിന്റെ സഹായമാകുകയാണ്. നിങ്ങളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിന്റെ ശുശ്രൂഷയെ കർത്താവ് സഹായിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സഭയെ കർത്താവ് സഹായിക്കാൻ പോവുകയാണ്. ഓ ജീസസ്, നിന്റെ സാമ്പത്തിക മേഖലയിൽ, നിന്റെ ആരോഗ്യ മേഖലയിൽ ദൈവ സഹായമായി ഇറങ്ങുകയാണ്. ചുറ്റും നിൽക്കുന്നവരെ നോക്കുകയാണ്. ഓ ജീസസ്, 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 ജീസസ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ഒരു അഭിഷേകം ഇന്ന് രാത്രി ചലിക്കട്ടെ, ഇന്ന് രാത്രി ഇത് ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ശബ്ദം ഉയർത്തിയ സഹോദരിമാരെ, അമ്മമാരെ ശബ്ദം ഉയർത്തി, സഹോദരന്മാരെ ശബ്ദം ഉയർത്തി, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസന്മാർ, ഗായക സംഘം ശബ്ദം ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഓ ശാബ്രെ കോലോബെ ഹസകതലമയോസ്. ഓ ജീസസ്, നശിച്ചു പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ നടുവിൽ, ആലയത്തിന്റെ വിളക്ക് അണച്ച ഉറങ്ങുന്ന ഒരു തലമുറയുടെ നടുവിൽ, മുപ്പല്ലി കൊണ്ട് യാഗപീഠത്തിലെ യാഗവസ്തു കൊത്തിയെടുക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ, ദർശനമുള്ള സമൂവേലുമാർ, കൃപയുള്ള സമൂവേലുമാർ, പ്രാർത്ഥിക്കുന്ന സമൂവേലുമാർ, ഉപവസിക്കുന്ന സമൂവേലുമാർ, തുറന്ന് പറയണം, യേശു എന്റെ എബനേസർ, എന്റെ സഹായത്തിന്റെ പാറ ക്രിസ്തുവത്രേ, എന്റെ സഹായത്തിന്റെ പാറ ക്രിസ്തുവത്രേ, എന്റെ സംരക്ഷണത്തിന്റെ പാറ ക്രിസ്തുവത്രേ, എന്റെ രക്ഷയുടെ പാറ ക്രിസ്തുവത്രേ. ഓ യെസ്, ഈ ഒരു കരങ്ങളൊന്നും ആ കൈവിട്ടെ, ഒന്ന് ഉയർത്തിയേ, ആ കൈവിട്ടെ, ഹോൾഡ് ചെയ്ത കൈവിട്ടെ, ആ പിടിച്ചിരിക്കുന്ന കൈ വിട്ടിട്ടൊന്ന് കൈ ഉയർത്തിയേ. നിങ്ങൾ പിടിച്ചിരിക്കുന്ന കൈ വിട്ടിട്ട് കൈ ഒന്ന് ഉയർത്തിയേ. എന്നിട്ട് മാത്രം പറയാം, നന്ദി, നന്ദി,
പാടി നன்றി അപ്പാ. ദൈവമക്കൾ ഒരു നിമിഷം എന്നെ ഒന്ന് നോക്കിയേ. ഈ സഹായത്തിന്റെ പാറയാകുന്ന ക്രിസ്തു, ഈ എബനേസറാകുന്ന ക്രിസ്തു എന്റെ ജീവിതത്തിന്റെ മധ്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ എന്നേ ശത്രു ഒതുക്കി കളഞ്ഞേനെ, എന്നെ എന്നേ പിശാച് തീർത്ത് കളഞ്ഞേനെ. ഇന്ന് ഞാൻ തല ഉയർത്തി നിൽക്കുന്നതും ശത്രു ഒതുങ്ങിയതും ഒറ്റ കാരണം കൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് ഒരു എബനൈസറായി, എന്റെ സഹായത്തിന്റെ പാറയായി എനിക്ക് വേണ്ടി നിലനിന്നത് കൊണ്ടാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൈത്താളത്തോടെ ശബ്ദമുയർത്തി കരങ്ങളെ അടിച്ചോ അതരങ്ങളെ തുറന്നോ സ്തുതിച്ചുകൊണ്ടോ ആ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകും. എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ ആരാധനയിൽ, എന്റെ പ്രാർത്ഥനയിൽ, എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും എന്റെ കർത്താവ് എനിക്ക് എബനേസറായിരുന്നു. എത്രയോ തവണ പിശാച് തകർക്കാൻ നോക്കി, എത്രയോ മന്ത്രവാദികൾ, എത്രയോ ആഭിചാരകന്മാർ, എത്രയോ ക്ഷുദ്രപ്രവർത്തികൾ, എത്രയോ അപവാദങ്ങൾ, എത്രയോ ആക്ഷേപങ്ങൾ, എത്രയോ നിന്ദകൾ, എത്രയോ ഗോലിയാത്തുമാർ, എത്രയോ ദാഗോന്മാർ, എത്രയോ സൻബല്ലത്തുമാർ, എത്രയോ തോബിയാവുമാർ, എത്രയോ യൂദാമാർ നിനക്ക് വിരോധമായി എഴുന്നേറ്റിട്ടും ഇന്ന് രാത്രിയിൽ നിന്റെ ബലത്തോടെ ആരോഗ്യത്തോടെ നിർത്തിയത് അവൻ എബനേസറായതുകൊണ്ടാണ്. അത്ഭുത സൗഖ്യങ്ങൾ ഇതിൽ സംഭവിക്കുന്നു, അത്ഭുത സൗഖ്യങ്ങൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കാതുകൾ ദൈവം തുറക്കുകയാണ്, അധരങ്ങളെ തൊടുകയാണ്, നിന്റെ അസ്ഥികളെ കർത്താവ് ഹീൽ ചെയ്യുകയാണ്, നിന്റെ ക്യാൻസറുകൾ സൗഖ്യമാകുകയാണ്, നിന്റെ തോളലിന്റെ വേദന ഹീലാകുകയാണ്, നിന്റെ ചെവി തുറന്നു വരികയാണ്, നിന്റെ അസ്ഥികൾക്കകത്ത് സൗഖ്യമുണ്ടാകുകയാണ്. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങൾ, എല്ലാ രോഗത്തിന്റെ മുഖങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കേണ്ടവർ ആരാധിച്ചാൽ അത്ഭുതത്തിന്റെ വഴികൾ നിങ്ങൾക്ക് തുറക്കുകയാണ്. 2026 എന്റെ ദൈവം നിനക്ക് എബനേസറായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ദൈവം എന്റെ സഭയ്ക്ക് എബനേസറായിരിക്കും. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ ദൈവം എനിക്ക് എബനേസറായിരിക്കും. ഓ, കരങ്ങളടിച്ച് അന്യഭാഷ പ്രാർത്ഥിച്ചു, അന്യഭാഷ പ്രാർത്ഥിച്ചു, അന്യഭാഷ പ്രാർത്ഥിച്ചു. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഒരു ചോദ്യം, ഒരു ചോദ്യം. ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു സാമുവേൽ. ഞാൻ ഒറ്റ വാക്കിലാണ് ഇന്നത്തെ മെസ്സേജ് പോയത്. പിന്നെ സാമുവേൽ, പിന്നെ സാമുവേൽ. ഒരു കല്ലെടുത്തു, പിന്നെ സാമുവേൽ. ഈ മനുഷ്യൻ എണ്ണിയാൽ തീരാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടതിന്റെ കാരണം ഒരു സഹോദരിയുടെ, ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു. കല്ലിയൂർ കൺവെൻഷനിൽ പറയാൻ ഒറ്റ വാക്കാണ് ദൈവം എനിക്ക് തരുന്നത്: നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ചെറുതായിരിക്കുകയില്ല.
നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ചെറുതായി പോവുകയില്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കുറഞ്ഞു പോകുകയില്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി പരാജയമാകുകയില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം പരാജയപ്പെടാം, നിന്റെ പ്രാർത്ഥന പരാജയപ്പെടുകയില്ല. വ്യക്തികൾ പരാജയപ്പെടാം, കാലാവസ്ഥകൾ പരാജയപ്പെടാം, ആമേൻ, സാമ്പത്തിക മേഖലകൾ പരാജയപ്പെടാം, പക്ഷെ നിന്റെ പ്രാർത്ഥന പരാജയപ്പെടുകയില്ല. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അവർ രണ്ട് കരങ്ങൾ ചേർത്തടിച്ച് അതരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞേ. രണ്ട് കരങ്ങളും ശക്തിയോടടിച്ച് ആത്മനിറവിൽ കണ്ണുകളെ അടച്ച് ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്നെയായി പരദേശിയ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിന്നെയായി പരദേശിയ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നു രക്ഷനാഥൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നു രക്ഷനാഥൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ആഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ആരും ഭൂമിയിൽ എനിക്ക് ജീവജലം തന്നില്ല, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആരും ഭൂമിയിൽ എനിക്ക് ജീവജലം തന്നില്ല, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യയാത്തു പാടും ശുദ്ധരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യയാത്തു പാടും ശുദ്ധരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു.
ഇത്രത്തോളം നമ്മെ ദൈവം സഹായിച്ചതിനായി നമുക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ശക്തിയോടെ ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.